Namaste. Pala Brilliant Studies Center നിന്നും ഞാൻ ശിവൻ. ഞാൻ ട്വിങ്കി ജോസഫ്. പാലായിലെ ഫിസിക്സ് ബ്രില്യൻറ്റ് ഫാക്കൽറ്റിയാണ്. കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനും ഫാർമസി എക്സാമിൻ്റെയും പേപ്പർ 1 ഫിസിക്സ് കെമിസ്ട്രിയുടെ എക്സാം 12:30 തന്നെ പൂർത്തിയാക്കിയിട്ട് നമ്മുടെ കുട്ടികൾ വെളിയിൽ വന്നിരിക്കുകയാണ്. ആദ്യത്തെ ഒരു പ്രതികരണം അനുസരിച്ച് അവര് എന്ത് പറയുന്നു ഫിസിക്സിനെ കുറിച്ച്? വലിയ ബുദ്ധിമുട്ടല്ല, എന്നാൽ അത്ര ഈസിയോ അല്ല, ഒരു മോഡറേറ്റ് പേപ്പർ എന്നാണ് നമ്മളിപ്പോ അറിയാൻ കഴിഞ്ഞത്. കേരള എഞ്ചിനീയറിംഗ് എന്നെ തോന്നുന്നു നമ്മൾ ടീച്ചർ നോക്കുമ്പോൾ എല്ലാ തവണ ഒരു ആവറേജ് ലെവലിൽ തന്നെ എപ്പോഴും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളൂ. കുട്ടികളെ അധികം വിഷമിപ്പിച്ചിട്ടില്ല. അതിന്റെ പ്രോബ്ലംസ് ലെവലിലുണ്ട്. എന്നാൽ ഡിഫിക്കൽട്ടി ലെവൽ വളരെ ഡിഫിക്കൽട്ടി ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ഒരു മോഡറേറ്റ്, ഒരു മിതത്വം കീപ്പ് ചെയ്യുന്ന, അതായത് ഒരു സാധാരണ കുട്ടിക്കും ഒരു 50% എഴുതാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു നോക്കിയിട്ട്. കെമിസ്ട്രി ആണെങ്കിൽ ഈ പ്രാവശ്യത്തെ നീറ്റ് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരുന്നു എന്നാണ് പറഞ്ഞത്. നീറ്റിന് അവർക്ക് അങ്ങനെ സംശയം ഉണ്ടായിരുന്നു. കേരള എഞ്ചിനീയറിംഗിന്റെ, അതായത് കേരളത്തിലെ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജുകള്, അർദ്ധ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജുകള്, സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജുകള്, എനിക്ക് തോന്നുന്നു അവിടുത്തെ 1.25 ലക്ഷം കുട്ടികളാണ് ഇന്ന് ഇപ്പൊ പേപ്പർ 1 എക്സാം കേരളത്തിന് പുറത്തുമായിട്ട് 4 സെന്ററുകളിലായിട്ട് എഴുതിയിരിക്കുന്നത്. അതിന്റെ ഒരു റിവ്യൂ, പേപ്പർ 1ന്റെ ഒരു റിവ്യൂ ആണ് നമ്മളിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് പല സെന്ററുകളിൽ നിന്നും നമുക്ക് അതിന്റെ റിവ്യൂ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ക്യാമറമാൻമാരെ എല്ലാ സെന്ററുകളിലും തന്നെ ഉണ്ട്. അപ്പൊ കുട്ടികളുടെ ഒരു റിവ്യൂ എത്രയും പെട്ടെന്ന് നമുക്ക് നിങ്ങളിലോട്ട് എത്താം. ആദ്യം നമുക്ക് കിട്ടുന്നതിനനുസരിച്ച് പേപ്പർ 1 ഒരു ആവറേജ് ലെവലുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ടീച്ചർ ക്വസ്റ്റ്യൻ ഇതുവരെയുള്ള ഒരു ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ന്യൂമറിക്കൽസ് അത്യാവശ്യമുണ്ട്, അതേപോലെ തന്നെ തിയറി ഉണ്ട്. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് ഇത്തവണ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ വന്നേക്കുന്നത്. ഫിസിക്സിൽ മാത്രമല്ല, കെമിസ്ട്രിയിലാണെന്നുണ്ടെങ്കിൽ പോലും രണ്ടും ഉണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷെ എന്നാൽ അത്ര ഡിഫിക്കൽറ്റി കൂട്ടിയ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലായിരുന്നു. പാറ്റേണിലോ അല്ലെങ്കിൽ കുട്ടികളെ ബുദ്ധിമുട്ടിക്കുന്നത്, അത് ആ സമയം ഏതാണ്ട് 2.5 മണിക്കൂർ എക്സാം ഉണ്ടെങ്കിലും ഒരു 2 മണിക്കൂർ കൊണ്ട് തന്നെ അവർക്ക് ചോദ്യം എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി തന്നെയാണ് കേരള എഞ്ചിനീയറിംഗിന് കേരള എൻട്രൻസ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അത് വലിയ ആശ്വാസമാണ്. ഇപ്പൊ നീറ്റിന്റെ പോലുള്ള കോലാഹലങ്ങളൊന്നും ഇല്ലാതെ, അത് പറയാതിരിക്കാൻ നിവർത്തിയല്ല. കാരണം ഒരു എക്സാമിന് ഒരു അന്തരീക്ഷം, ആ അത്രയും തയ്യാറെടുപ്പായിട്ട് വന്നു കഴിഞ്ഞിട്ട് ആ കുട്ടികൾക്ക് ഒരിടത്തുനിന്ന് പോലെ ഒരു നെഗറ്റീവ് കംപ്ലൈന്റ് നമുക്ക് കിട്ടിയിട്ടില്ല, ഇതുവരെ കിട്ടിയിട്ടില്ല. അത് എൻട്രൻസ് കമ്മീഷൻ, കേരള എൻട്രൻസ് കമ്മീഷനെ സംബന്ധിച്ചോളം കേരള മെഡിക്കൽ ഒക്കെ നടക്കുന്ന സമയമാണെങ്കിലും ഏതാണ്ട് 2015 ഈ 1.5 ലക്ഷം കുട്ടികളും എഞ്ചിനീയറിംഗും മെഡിക്കലിനും വേണ്ടി എഴുതുന്ന സമയത്തും ഒരു കംപ്ലൈന്റ് പോലും ഇല്ലാതെ നടത്തുകയാണ് കേരള എൻട്രൻസ് എക്സാം. എഞ്ചിനീയറിംഗിനും മെഡിക്കലിനുമുള്ള സമയത്തും ഇന്നും അത് തന്നെ ആവർത്തിക്കപ്പെടുകയാണ്. ഒരു കുട്ടിക്ക് പോലും ബുദ്ധിമുട്ടില്ലാതെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഒരു കുട്ടിയെ പോലും ഡ്രസ്സിന്റെ കാര്യത്തിലോ സമയം വൈകിയതിന്റെ കാര്യത്തിലോ ഹോൾ ടിക്കറ്റിലെ അപാകതയുടെ കാര്യത്തിലോ ഒന്നും ബുദ്ധിമുട്ടിക്കാതെ തന്നെ ആ കുട്ടിക്ക് ആർജിച്ച കഴിവനുസരിച്ച് എഴുതാനുള്ള ഒരു അന്തരീക്ഷം ആ എക്സാം സെന്ററിൽ ഒരുക്കുന്നതിൽ ഇത്തവണയും എൻട്രൻസ് കമ്മീഷൻ അതീവ ജാഗ്രത തന്നെ പുലർത്തിയിട്ടുണ്ട്. കൃത്യമായ ട്രെയിനിങ് ആയിരിക്കാം അല്ലേ? അതെ, തീർച്ചയായിട്ടും. എല്ലാ രീതിയിലുള്ള ഇൻസ്ട്രക്ഷൻസും അവർക്ക് കറക്റ്റ് സമയത്ത് ഇൻവിജിലേറ്റേഴ്സിനാണെന്നുണ്ടെങ്കിലും കൊടുത്തിരിക്കുന്നതുകൊണ്ട് അവരധികം പിള്ളേരെ ഒരു രീതിയിലും ബുദ്ധിമുട്ടിക്കാതെ ആവശ്യമാണ്. ഇപ്പൊ നിങ്ങളൊക്കെ സമയത്തോളം ഈ 1 വർഷത്തോളം അല്ലെങ്കിൽ ഒരു 11-12 കാലഘട്ടത്തിലൊക്കെ 2 വർഷത്തോളം ഇതിന് തയ്യാറെടുത്ത് ചെല്ലുമ്പോൾ അയാൾ ആർജിച്ച ആ ഒരു കഴിവ് OMR ചെയ്യാനുള്ള ഒരു സാവകാശം കൊടുക്കുക എന്ന് പറയുന്നതിനും വലിയ പ്രാധാന്യമുണ്ട്. ശരിയാണ്, തീർച്ചയായിട്ടും. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീറ്റിന്റെ സമയത്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് കഴിഞ്ഞ തവണകളിലൊക്കെ സംഭവിച്ച ആ ഒരു ഇഷ്യൂ ഉണ്ട്. പക്ഷെ ഇത്തവണയും കഴിഞ്ഞ തവണയും ഒന്നും കീമിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾക്ക് തീർച്ചയായിട്ടും ഏറ്റവും അഭിനന്ദനാർഹമായ കാര്യം തന്നെയാണ്. അപ്പൊ പേപ്പർ 1 എല്ലാ കുട്ടികളും കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. 12 തന്നെ കുട്ടികളെല്ലാം വെളിയിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതിന്റെ ഒരു ഇനി എന്താണ് നമുക്ക് ഈ ഒരു സെഷനിൽ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ഫിസിക്സിന്റെയും കെമിസ്ട്രിയുടെയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ക്വസ്റ്റ്യൻസ് എന്നുള്ളത് അനലൈസ് ചെയ്ത് അതിന്റെ നമുക്ക് സൊല്യൂഷൻ ഉൾപ്പെടെ തന്നെ നമ്മൾ ലൈവിൽ എല്ലാവർക്കും ചെയ്യുന്നുണ്ട്. ഫാക്കൽറ്റീസ് തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഫിസിക്സിന്റെയും കെമിസ്ട്രിയുടെയും ക്വസ്റ്റ്യൻസിനെ 120 ചോദ്യങ്ങൾ, 72 ഫിസിക്സും 48 കെമിസ്ട്രിയും, ഈ 120 ചോദ്യങ്ങളെയും നമ്മുടെ ഫാക്കൽറ്റീസ് കൃത്യമായിട്ട് അതിന്റെ ആൻസർ കീ, അതിന്റെ സൊല്യൂഷന്, അതിന്റെ അനാലിസിസ്, അതായത് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ടോപ്പിക്, ഏത് ചാപ്റ്ററിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻ വന്നത്, ഈസി മീഡിയം ഹൈ ലെവല്, ആ ഒരു ലെവൽ അനുസരിച്ച് നമുക്ക് കൃത്യമായ ഒരു അനാലിസിലൂടെ കേരള എഞ്ചിനീയറിംഗിന്റെയും ഫാർമസിയുടെയും ഈ ഒരു പേപ്പർ 1ന്റെ കൃത്യമായ ഒരു അനലൈസ് നിങ്ങളിൽ എത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കും. നമുക്കറിയാം കുട്ടികൾ ഏതാണ്ട് 2:30 അടുത്ത എക്സാമിന് കയറേണ്ടതാണ്. മാത്തമാറ്റിക്സ് എഞ്ചിനീയറിംഗ് ഉള്ള കുട്ടികൾക്ക് 2:30 അടുത്ത എക്സാമിന് കയറേണ്ടതാണ്. 2:30 എക്സാം തുടങ്ങും. 2 മണിക്ക് എക്സാം ഹാളിനകത്ത് പ്രവേശിക്കണം.
ശ്രദ്ധിക്കേണ്ടതാണ്. മാത്തമാറ്റിക്സും ഇതുപോലെ തന്നെ അല്ലെ, ഒരു കംഫർട്ട് റീജിയനിലായിരിക്കും എല്ലാവരും മാക്സിമം സ്കോർ ചെയ്യാനായിട്ട്. ഇപ്പൊ 480 മാർക്കാണ് നിങ്ങൾക്ക് കഴിഞ്ഞത്. എഞ്ചിനീയറിംഗിനെ സംബന്ധിച്ചോളം +2 മാർക്ക് പരിഗണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഏതാണ്ട് 75% നിങ്ങൾ സ്കോറിംഗ് കഴിഞ്ഞിരിക്കുന്നു. ഇനി മാത്തമാറ്റിക്സിന് 480 മാർക്കാണ് ഉച്ച കഴിഞ്ഞിട്ട് 2:30 മുതൽ 5 മണി വരെ നടക്കുന്നത്. ഏറ്റവും സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. ഇതുപോലെ തന്നെയാണ് കഴിഞ്ഞ വർഷങ്ങളിലും കേരള എഞ്ചിനീയറിംഗ് വന്നിരിക്കുന്നത്. ഒരിക്കലും ഒരു 50% എല്ലാ കുട്ടികൾക്കും ചെയ്യാവുന്ന ടൈപ്പ് തന്നെ ആയിരിക്കും മാത്തമാറ്റിക്സും വരുന്നത്. അതുകൊണ്ട് ധൃതി വെക്കാതെ ഓരോ ചോദ്യങ്ങളിലൂടെയും കടന്നുപോയി 100% അറിയാവുന്ന അപ്പൊ തന്നെ ചെയ്തു പോകും. അതാണ് വേണ്ടത്. നമ്മൾ കൂടുതൽ വെയിറ്റ് ചെയ്തോണ്ടിരിക്കാതെ പിന്നീട് ചെയ്യാന്ന് വെച്ചിട്ട് സമയം കിട്ടും. 2.5 മണിക്കൂറുണ്ട്, 120 ചോദ്യങ്ങളും 150 മിനിറ്റും ഉണ്ട്. അതെ, തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് അവർക്ക് പിന്നീടത്തേക്ക് ചെയ്യാണെന്ന് വെക്കാതെ അപ്പൊ തന്നെ അത് ഓരോരോ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ട് പോകുന്നതായിരിക്കും നല്ലത്. സ്റ്റക്ക് ആയിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ മാറ്റി വെക്കണം. അല്ലാതെ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത് തന്നെയായിരിക്കും എളുപ്പം. കാരണം മാത്തമാറ്റിക്സിന് ഈ 120 ചോദ്യങ്ങൾ ഇപ്പൊ വേറെ ഫിസിക്സ് കെമിസ്ട്രി എന്നുള്ള ഇടയ്ക്ക് സബ്ജക്ട് ഒന്നും മാറാത്തത് കൊണ്ട് അവർക്ക് കുറച്ച് ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്ത് ബാക്കി കംഫർട്ടുള്ള റീജിയനിലോട്ട് എത്തേണ്ടതാണ്. അപ്പൊ മാത്തമാറ്റിക്സിന് ഏറ്റവും പ്രധാനം ശ്രദ്ധിക്കുക, പകുതിക്ക് മുകളിൽ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടായിട്ട് ചെയ്യാവുന്ന രീതിയിലായിരിക്കും പേപ്പർ 2 വരുന്നത്. പേപ്പർ 1 നിങ്ങൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് 50% മുകളിൽ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് അവിടെ സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പൊ നിങ്ങളുടെ എഞ്ചിനീയറിംഗിൽ ഏതാണ്ട് 75% നിങ്ങൾ സ്കോർ ചെയ്ത് കഴിഞ്ഞു. ഇനി മാത്തമാറ്റിക്സിന്റെ 480 മാർക്കിനുള്ള ഉത്തരങ്ങളാണ്, 120 ചോദ്യങ്ങളാണ് 2:30 മുതൽ 5 മണി വരെ വരുന്നത്. അതിൽ നിങ്ങൾക്ക് ഏറ്റവും സ്കോർ ചെയ്യാനുള്ള രീതിയിൽ തന്നെ വേണം നിങ്ങൾ 2 മണിക്ക് എക്സാം ഹാളിലേക്ക് കയറാനായിട്ട്. പേപ്പർ 1ന്റെ കീയും അനലൈസിങ്ങും ഞങ്ങൾ ചെയ്തുകൊള്ളാം. അത് നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞിട്ട്, മാത്തമാറ്റിക്സിന്റെ കൂടെ എക്സാം എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതിന്റെ റിവ്യൂയിലോട്ട് പോയാൽ മതി. ഫാർമസി പരീക്ഷ എഴുതിയ കുട്ടികൾക്ക് ഈ ഒരു പേപ്പർ 1 അനുസരിച്ച് മാത്രമാണ്. അതെ, ഇനി മറ്റേ എഞ്ചിനീയറിംഗ് പിള്ളേർക്ക് ഒരു വലിയ കോൺഫിഡൻസോടുകൂടിയാണ് അവർ കയറുന്നത്. കാരണം ഈ പേപ്പർ 1 ഒന്ന് സമാധാനമായി കഴിഞ്ഞപ്പം ഫിസിക്സും കെമിസ്ട്രിയിലും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ കയറുമ്പോഴത്തേക്കും വലിയ ടെൻഷനൊന്നും കാണത്തില്ല. സമാധാനപരമായിട്ട് ഇതും അതേപോലെ തന്നെ മെന്റൽ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണല്ലോ. എൻട്രൻസ് എക്സാമിന്റെ പ്രധാന കാര്യം അത് തന്നെയാണ്. കാരണം നമുക്ക് പഠിച്ചിരിക്കുന്നത് ഏറ്റവും നന്നായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ടുള്ള ആ ഒരു എക്സാമിന്റെ ഒരു അറ്റ്മോസ്ഫിയർ. ഇപ്പൊ ബ്രില്യന്റ് പഠിച്ച കുട്ടികളെ സംബന്ധിച്ചോളം ഇത്രയധികം മോഡൽ എഴുതിക്കൊണ്ട് ആ ഒരു ടാസ്ക് ഇല്ലെങ്കിൽ പോലും നമുക്ക് എക്സാമിന്റെ ഒരു ഫിയർ എന്നുള്ളത് ഈ ഒരു പേപ്പർ 1 കൊണ്ട് നിങ്ങൾക്ക് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഒരു സാധാരണ ഒരു ബോർഡ് എക്സാം എഴുതുന്ന പോലെ അല്ലെ, ബ്രില്യന്റ് ഒരു മോഡൽ എക്സാം എഴുതുന്നത് പോലെ തന്നെ മാത്തമാറ്റിക്സ് എഴുതാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ എഞ്ചിനീയറിംഗ് പരീക്ഷയുടെ പേപ്പർ 1 ആണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. ഫിസിക്സിന്റെ 72 ക്വസ്റ്റ്യനും കെമിസ്ട്രിയുടെ 48 ചോദ്യങ്ങളിലും നമ്മൾ ഓരോ ചോദ്യങ്ങളിലൂടെയും കടന്നു പോവുകയാണെങ്കിൽ ഒരു മോഡറേറ്റ് ലെവല്, ഒരു കൃത്യമായ ഒരു മിതത്വം, അതായത് ഒരു ഏറ്റവും ഈസി എന്ന് പറയുന്നത് ഒരു 50% ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടുമായിരുന്നു. അപ്പൊ ഇത് തന്നെ ആയിരിക്കും മാത്തമാറ്റിക്സിൽ നിങ്ങൾ കോൺഫിഡന്റിലോടുകൂടി ചെയ്യേണ്ടത്. ഏറ്റവും നന്നായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇതിന്റെ മാർക്കിംഗ് സ്കീമിനെ കുറിച്ച് നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് കൂടെ കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് നിങ്ങൾ അനലൈസ് ചെയ്താൽ മതി. അപ്പൊ അല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്തമാറ്റിക്സിന് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്നതിനകത്തുള്ള നിങ്ങളുടെ ശ്രദ്ധ കുറയും. അതുകൊണ്ട് എഞ്ചിനീയറിംഗ് പരീക്ഷ എഴുതുന്ന കുട്ടികൾ, മാതാപിതാക്കൾ ഇത് ലൈവിൽ കണ്ടിന്യൂ ചെയ്തോട്ടെ. കുട്ടികൾ മാത്തമാറ്റിക്സിന്റെ ഏറ്റവും ഇപ്പൊ ഇനി നിങ്ങൾക്ക് 3/4 മണിക്കൂറും കൂടിയാണ് എക്സാം ഹാളിൽ പ്രവേശിക്കാനായിട്ടുള്ളത്. നിങ്ങൾ ആ ഏറ്റവും ആയിട്ടുള്ള ഇനിയൊരു അല്ലെ ഏറ്റവും പുതിയതായിട്ടൊന്നും പഠിക്കൊന്നും വേണ്ട. ജസ്റ്റ് ആ ഫോർമുലാസ് നോക്കണമെങ്കിൽ നോക്കുക, അല്ലെങ്കിൽ സമാധാനം റിലാക്സ് ചെയ്തിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ സമാധാനമായിട്ടിരുന്നാൽ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുള്ളൂ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായിട്ട് കണ്ടുവരുന്നത് തന്നെ അതാണ്. മനസമാധാനമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ആ കോൺഫിഡൻസോടുകൂടി കയറുമ്പോഴത്തേക്കും 120 ചോദ്യങ്ങളിൽ 60 ചോദ്യങ്ങളെങ്കിലും ഏതൊരു വിദ്യാർത്ഥിക്കും ചെയ്യാൻ പറ്റിയതായിരിക്കും. അതിനകത്ത് നിങ്ങൾക്ക് ഈസിയുള്ള ചാപ്റ്ററുകൾക്കകത്തുള്ളതുണ്ട്, അതൊന്ന് കണ്ടുപിടിക്കുക. ഈ 150 മിനിറ്റ് കൊണ്ട് 2.5 മണിക്കൂർ കൊണ്ട് അവനോന് ചെയ്യാൻ പറ്റിയ ആ ഒരു ലെവലിലോട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കുക. OMR എഴുതുമ്പോൾ ചോദ്യം മാറിപ്പോവരുത്. കാരണം ഇടയ്ക്ക് എഴുതുമ്പോൾ സ്കിപ്പ് ചെയ്യുമ്പോൾ അങ്ങനെ കുറച്ച് കുട്ടികൾക്ക് കഴിഞ്ഞ തവണ കുറച്ച് ഡിഫിക്കൽട്ടീസ് വന്നു എന്ന് കേട്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ചോദ്യം സ്കിപ്പ് ചെയ്യുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. പക്ഷെ ക്വസ്റ്റ്യൻ നമ്പർ ശ്രദ്ധിച്ച് തന്നെ OMR ചെയ്യണം. നിങ്ങൾ ഇപ്പൊ ആദ്യത്തെ സെഷനിൽ അത് പ്രാക്ടീസ് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ എഴുതി ഓഫ്ലൈനിലെല്ലാം നിങ്ങളത് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു ഡിഫിക്കൽട്ടി ലെവൽ വരില്ല. അപ്പം പേപ്പർ 1നെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് വളരെ ആശ്വാസകരമായ കാര്യം, കാരണം കേരളത്തിലെ എഞ്ചിനീയറിംഗിനെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ കാര്യം 53 കോഴ്സുകൾ, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, സിവിൽ 53 കോഴ്സുകൾ. ഇനി പുതിയ മോഡേൺ ലെവലിലുള്ള കോഴ്സുകൾ ഉണ്ടെങ്കിൽ എയറോസ്പേസ്, എയറോനോട്ടിക്കൽ, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്,
അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, ഡയറി സയൻസ്, പ്രൊഡക്ഷൻ, അപ്പം ഏത് ലെവൽ പ്രോഗ്രാമുകളിലുമുള്ള 53 കോഴ്സുകളിലോട്ടാണ് നമുക്ക് പ്രവേശനം കിട്ടുന്നത്. അപ്പം ഒരു പ്രവേശനം അസാധ്യമല്ല. അതായത് പേപ്പർ 1-നും പേപ്പർ 2-നും മിനിമം നിങ്ങളൊന്ന് ചോദ്യം അറ്റൻഡ് ചെയ്താൽ തന്നെ നിങ്ങൾ കേരള എഞ്ചിനീയറിംഗിന്റെ റാങ്ക് ലിസ്റ്റിൽ വരും. +2 മാർക്കും കൂടെ ആഡ് ചെയ്തുകൊണ്ട് കേരള എഞ്ചിനീയറിംഗ് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഒരു റാങ്ക് ലിസ്റ്റ് ഉണ്ടാകും. അതിൽ നിങ്ങൾക്ക് ഏത് കോഴ്സ് താല്പര്യമുണ്ടോ അതാണ് പ്രധാനം. ഇതിൽ ഈ 53 കോഴ്സിൽ ഒരു വിദ്യാർത്ഥിക്ക് കമ്പ്യൂട്ടർ സയൻസ് ആണ് വേണ്ടതെങ്കിൽ അവന്റെ ഫീസിനനുസരിച്ച്, ഇപ്പൊ മെഡിക്കൽ പോലെ വലിയൊരു ഫീസിന്റെ ഹൈക്കൊന്നുമില്ല. അവനവന്റെ കുടുംബത്തിന് വലിയ ബാധ്യതയൊന്നും ഇല്ലാതെ വരുന്ന ഒരു നല്ല കോഴ്സിന്, കോർ സബ്ജക്റ്റിലുള്ള ഒരു കോഴ്സ് തന്നെ ഏത് കോളേജിലും പഠിക്കാനുള്ള സാഹചര്യമാണ് ഇന്ന് കേരള ഗവൺമെന്റ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്നത്. അപ്പൊ ഇത് ഈ 53 കോഴ്സുകളിൽ കുട്ടികളുടെ പ്രിഫറൻസ് അനുസരിച്ചിട്ടാണോ അതിന്റെ ഒരു ഡിമാൻഡ് വരുന്നത്? പക്ഷെ ഇവിടെ ആദ്യം ഇപ്പൊ എല്ലാരും ഇപ്പൊ നമുക്കറിയാം എഞ്ചിനീയറിംഗിന്റെ നമുക്കറിയാം കമ്പ്യൂട്ടർ സയൻസ് ആണ്, JEE മെയിൻ ആണെങ്കിലും JEE അഡ്വാൻസ്ഡ് ആണെങ്കിലും കേരള എഞ്ചിനീയറിംഗ് ഒക്കെ ആണെങ്കിലും കമ്പ്യൂട്ടർ സയൻസിന് തന്നെയാണ് ഡിമാൻഡ് ഉള്ളത്. അപ്പം ഈ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കണമെന്നാണ് ഒരു കുട്ടിയുടെ ആഗ്രഹമെങ്കിൽ ഏതൊരു റാങ്കിങ്ങിൽ വന്നു കഴിഞ്ഞാലും ഇപ്പൊ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് എന്താണ്? ഇപ്പൊ നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ചിട്ട് ഫിസിക്സ് അത് എന്റെ സബ്ജക്ട് ആയതുകൊണ്ട് വളരെ സന്തോഷം. എന്നാലും പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസ് എളുപ്പമായിരുന്നെങ്കിൽ കൂടി കുറച്ച് സമയം എടുത്ത് ചെയ്യേണ്ടി വരുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്ത് അങ്ങനെ കുറച്ച് സമയം എടുക്കേണ്ടി വന്നു എന്നുള്ളൊരു ഇൻഫോർമേഷൻ ആണ് നമുക്ക് കിട്ടുന്നത്. 72 ചോദ്യങ്ങളിലൂടെയാണ് കടന്നുപോയത്. ആ 72 ചോദ്യങ്ങളിലൂടെ കടന്നുപോയപ്പോൾ അത് ഡയറക്റ്റ് ആയിട്ട് നമുക്കിപ്പം എഴുതാൻ പറ്റിയ ഒരു 50 ചോദ്യങ്ങളിൽ കൂടുതൽ സമയമെടുത്ത്, അതായത് ഒന്ന് വായിച്ചു നോക്കി അതിന്റെ ഡാറ്റ അനലൈസ് ചെയ്ത് വീണ്ടും ഒരിക്കൽ കൂടി വായിച്ച് കഴിയുമ്പോഴേ അവർക്ക് ആ ആൻസർ, ആ 5 ഒബ്ജക്റ്റീവ് 5 ആൻസറിനകത്ത് ഏതാണ് കൃത്യം എന്നുള്ളത് അവർക്ക് തിരഞ്ഞെടുക്കാനായിട്ട് ഒരു സമയം, അതായത് നമുക്ക് 120 ചോദ്യങ്ങളും 150 മിനിറ്റും ഉണ്ട്. അതായത് ഏതാണ്ട് 1.25 മിനിറ്റോളം നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഉപയോഗിക്കാം. ആ സമയം എടുത്ത് തന്നെ ഫിസിക്സ് ചെയ്യേണ്ടിയിരുന്നു എന്നുള്ളതാണ് കുട്ടികൾ കൂടുതലും പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അവർക്ക് ആൻസർ ഉണ്ടായിരുന്നു. ഈ സമയം എടുത്താൽ കൂടി അത് നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു, ആൻസറിലേക്ക് എത്തിപ്പെടുമായിരുന്നു. കുട്ടികളെ സംബന്ധിച്ച് ഈ എൻട്രൻസ് എഴുതുന്ന സമയത്തോളം നമുക്കൊരു ചോദ്യം നമുക്കൊരു അല്പസമയം എടുത്താൽ പോലും ട്വിസ്റ്റിംഗ് അല്ലാതെ കുട്ടികളെ വിഷമിപ്പിക്കാതെ കൃത്യമായ ആൻസറുകൾ കിട്ടുമ്പോൾ അതിന്റെ ഒരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പം ആ ഒരു ക്ലാരിറ്റിയുടെ കാര്യത്തില് നമ്മൾ ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞാൽ അതിന് ടൈം എടുത്തു കഴിഞ്ഞാൽ പോലും നമുക്ക് ആൻസറിൽ എത്താൻ കുട്ടികൾക്ക് സാധിച്ചിട്ടുണ്ട്. 5 ചോയ്സുകളിലൂടെ കടന്നു പോകുമ്പോൾ കൃത്യമായ ആൻസറുകൾ കുട്ടികൾക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതാണ് ആ ആൻസർ കിട്ടിക്കഴിഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ അവർക്കുള്ള ആ കോൺഫിഡൻസ് വേറെ ലെവലും കൂടിയാണ്. അല്ലെങ്കിൽ അത്രയും ടൈം വെറുതെ വേസ്റ്റ് ആയല്ലോ എന്ന് അവർക്ക് ആൻസർ കിട്ടിക്കഴിയുമ്പോൾ അവര് കംഫർട്ട് ആണെന്നുള്ളത്. ടൈം എടുക്കുന്നത് ഒരു ബുദ്ധിമുട്ടാണെങ്കിൽ കൂടി അവർക്കത് ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ളതാണ് അതിന്റെ ഒരു സന്തോഷം. അപ്പൊ പിന്നെ നമുക്ക് അറിയാൻ കഴിയുന്നത് പ്രോബ്ലംസ് ആണ് കൂടുതൽ, ന്യൂമറിക്കൽസ് ആണ് കൂടുതലും വന്നത്. അതായത് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് തിയറി ആണെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷെ ന്യൂമറിക്കൽസ് ആകുമ്പോൾ നമ്മൾ കുറച്ച് സമയം എടുത്തിട്ട് ചെയ്ത് നോക്കാനുണ്ടായിരുന്നു. പക്ഷെ ആൻസറിലോട്ട് എത്താൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഈ കേരള എഞ്ചിനീയറിംഗിന്റെ പേപ്പർ 1 ഇന്ന് രാവിലെ 9:30 തുടങ്ങിയ എക്സാം 12 മണിയോടുകൂടിയാണ് അവസാനിച്ചത്. 10 മണിക്ക് തുടങ്ങി 12:30 അവസാനിച്ച പേപ്പർ 1 നമുക്ക് കൃത്യമായ ഒരു അനലൈസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ കുട്ടികൾ ആദ്യം പറഞ്ഞിരിക്കുന്നത് ഫിസിക്സും കെമിസ്ട്രിയും അതിന്റെ ടൈം എടുത്ത് തന്നെ, അതായത് 120 മിനിറ്റ് 180 ചോദ്യങ്ങളും ഉള്ളപ്പം കൃത്യമായിട്ട് ആ സമയം ഉപയോഗിച്ച് തന്നെ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷെ ക്ലാരിറ്റി ഉണ്ടായിരുന്നു, എല്ലാത്തിലും ആൻസറിലോട്ട് എത്താനായിട്ട് കുട്ടികൾ സാധിച്ചു എന്നുള്ള ഒരു ഫസ്റ്റ് റിവ്യൂ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതായത് കുട്ടികളെ ബുദ്ധിമുട്ടിച്ചതല്ല, മാത്തമാറ്റിക്സ് എഴുതാൻ പോകുന്ന കുട്ടികളെ സംബന്ധിച്ചോളം ബുദ്ധിമുട്ടേറിയതല്ലായിരുന്നു, ആൻസറിൽ എത്താൻ പറ്റിയെന്നുള്ളതായിരുന്നു ഏറ്റവും വലിയത്. കാരണം ഇപ്പൊ കഴിഞ്ഞ വർഷമാണെങ്കിൽ നമുക്കറിയാം 900-ന് മുകളിൽ നമുക്ക് ഇത്രത്തോളം കുട്ടികൾ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പൊ 800-ന് മുകളിൽ 500-ന് മുകളിൽ 400-ന് മുകളിലൊക്കെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ വർഷത്തെ പേപ്പർ 1 വന്നിരിക്കുന്നത്. അത് ഏറ്റവും ആശ്വാസകരമായ രീതിയാണ്. കാരണം തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ്, KEAM, നമ്മുടെ കോതമംഗലം, കോട്ടയം ഇതുപോലൊക്കെ കോളേജുകളിൽ കമ്പ്യൂട്ടർ സയൻസ് കിട്ടാനായിട്ട് നമുക്കൊരു 800-ന്റെ റേഞ്ചിലൊക്കെയാണ് സ്കോർ വേണ്ടത്. അതായത് +2 ഒരു 92-ന് മുകളിലും ഇതിന് നമുക്കൊരു സ്കോർ 800-ന് മുകളിലൊക്കെ ആണെങ്കിലാണ് കമ്പ്യൂട്ടർ സയൻസ് നമുക്ക് ഈ ടോപ്പ് കോളേജുകളിൽ വരുന്നത്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് നമ്മുടെ കുട്ടികൾക്ക് സാധിച്ചിട്ടുണ്ട്. ഏതാണ്ട് ഇവിടുത്തെ മോഡൽ പോലെ തന്നെ ആ ഒരു പ്രോബ്ലംസ് ലെവലിൽ അതാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. ഇപ്പൊ വന്നേക്കുന്ന ഒരു ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് കുട്ടികൾ ഇവിടെ പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ ടെസ്റ്റുകൾക്കും മോക്ക് ടെസ്റ്റുകൾക്കും റാങ്ക് ബൂസ്റ്റർ ടെസ്റ്റ്
സീരീസിനൊക്കെ പ്രാക്ടീസ് ചെയ്ത് അതേ സിമിലർ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അതേ ക്വസ്റ്റ്യൻസ് ആണ്. ഇത് സിമിലർ പോലും അല്ല, കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ സെയിം ന്യൂമറിക്കൽസ് തന്നെയാണ് വന്നതെന്ന് കേൾക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും. കാരണം ഇന്നലെ രാത്രി 9 മണി വരെയും നമ്മള് കുട്ടികൾക്ക് പകർന്നു കൊടുത്ത ഓൺലൈൻ ആയിട്ടും അതുപോലെ തന്നെ ക്ലാസ് റൂമിൽ നടന്ന പരീക്ഷകളിലും തന്നെ ക്വസ്റ്റ്യൻസ് അവർക്ക് ആ എൻട്രൻസിന്റെ ചോദ്യപേപ്പറിൽ കാണുമ്പോൾ തീർച്ചയായിട്ടും പുതിയൊരു ക്വസ്റ്റ്യൻ എന്നുള്ളൊരു ഫീൽ ഇല്ലാതെ ആ ഒരു കോൺഫിഡൻസ് പെട്ടെന്നാണ് അവർക്ക് കിട്ടുന്നത്. എനിക്കിത് ചെയ്യാൻ പറ്റും, കണ്ട ആൻസർ തന്നെയാണല്ലോ. ഒരു പക്ഷെ കുട്ടികൾ ആരെങ്കിലും ഒക്കെ നമ്പേഴ്സ് ഓർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതുവരെ മാർക്ക് ചെയ്തിട്ട് കാണുമായിരുന്നു. അപ്പം കേരള എഞ്ചിനീയറിംഗിന്റെ പേപ്പർ 1ന്റെ റിവ്യൂ വന്നപ്പോൾ ഏതാണ്ട് ബ്രില്യന്റിലെ അതുപോലെ തന്നെ ന്യൂമറിക്കൽ ടൈപ്പുള്ള ഏതാണ്ട് സമയം എടുത്ത് നമുക്ക് എഴുതാൻ സാധിച്ചു. കാരണം ഒരിക്കലും വളരെ ഈസി നമ്മൾ ഒരിക്കലും കൊടുത്തിട്ടില്ല. ഇപ്പൊ കേരള എഞ്ചിനീയറിംഗിന് നമ്മൾ മോഡൽ കൊടുക്കുമ്പോൾ JEE മെയിൻ ആണെങ്കിലും JEE അഡ്വാൻസ് എന്നൊക്കെ ചെയ്യുമ്പോൾ അത്രയും ടഫ് അല്ലെങ്കിലും കുട്ടികൾക്കെല്ലാം ചെയ്യാൻ പാകത്തിന് ഒരു ആവറേജ് കീപ്പ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എല്ലാ മോഡലുകളും നടത്തിയത്. ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ആദ്യത്തെ പേപ്പർ 1 എക്സാം കഴിഞ്ഞിരിക്കുന്നത് നമുക്കറിയാം. ഇപ്പൊ ബിഫാമിന് വേണ്ടിയിട്ട് ഫാർമസിക്ക് വേണ്ടിയിട്ട് ഇപ്പം കേരള എഞ്ചിനീയറിംഗിന്റെ ഈ പേപ്പർ 1 എഴുതിയ കുട്ടികളുണ്ട്. നിങ്ങൾക്ക് 72 ക്വസ്റ്റ്യൻ ഫിസിക്സും 48 കെമിസ്ട്രിയുമാണ്. ഇത് രണ്ടും ഇക്വലൈസ് ചെയ്യും. ഇക്വലൈസ് ചെയ്തിട്ടാണ് ഫാർമസിയുടെ റാങ്ക് വരുന്നത്. അവിടെ +2 മാർക്ക് കൂട്ടുന്നില്ല. ഫാർമസിയുടെ പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം 72 ഫിസിക്സും 48 കെമിസ്ട്രിയും നിങ്ങൾ എഴുതി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ +2 മാർക്ക് ആഡ് ചെയ്യാതെ തന്നെ ഇതിന് രണ്ടിനും ഈക്വൽ വെയിറ്റേജ് കൊടുക്കും. ഫിസിക്സിന്റെ മാർക്കിനും കെമിസ്ട്രിക്ക് മാർക്കും ഈക്വൽ വെയിറ്റേജ് കൊടുത്തുകൊണ്ടാണ് ഫാർമസിയുടെ റാങ്ക് ലിസ്റ്റ് ഏതാണ്ട് ഒരു ജൂൺ പകുതിയോടുകൂടി തന്നെ കേരള എൻട്രൻസ് കമ്മീഷൻ പ്രസിദ്ധീകരിക്കുന്നതും ജൂൺ അവസാനത്തോടുകൂടി ഈ എഞ്ചിനീയറിംഗിന്റെയും മെഡിക്കലിന്റെയും ഫാർമസിയുടെയും ഒക്കെ ഓപ്ഷൻ നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പം പേപ്പർ 1 കഴിഞ്ഞിരിക്കുന്ന എനിക്ക് എല്ലാ കുട്ടികളും വളരെ ആശ്വാസത്തോടുകൂടി തന്നെയാണ്. കാരണം ഒരിക്കലും അവർക്ക് ഉദ്ദേശിച്ച സ്കോർ ഇപ്പം നല്ലൊരു കുട്ടിയെ സംബന്ധിച്ചോളം ഒരു ടോപ്പ് കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുക എന്നുള്ളതാണെങ്കിൽ ആ സ്കോർ ചെയ്യാനായിട്ട് പേപ്പർ 1 സാധിച്ചു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന റിവ്യൂ. കാരണം ഒരു 480 മാർക്കിൽ അവർക്ക് ആ 800 എത്താൻ ഒരു 380 400 മാർക്ക് മേടിക്കാൻ ഒരു ആവറേജ് ലെവൽ കുട്ടിക്ക് നമുക്ക് അത്രയും എത്തിക്കാനായിട്ട് സാധിച്ചു. ഇപ്പൊ ടോപ്പ് ലെവലാണെങ്കിൽ 450 430 ഒക്കെ മാർക്ക് മേടിച്ച് 850 അപ്പുറത്തേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട്. ഒരു ആവറേജ് ലെവൽ കുട്ടിയെ സംബന്ധിച്ചോളം ഒരു 300 400 ഇടയ്ക്ക് പേപ്പർ 1 തന്നെ മേടിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഒരു 600 മാർക്ക് അല്ലെ 700 മാർക്കൊക്കെ വരികയാണെങ്കിൽ ഈ എഞ്ചിനീയറിംഗിന് 9,200 രൂപ എഞ്ചിനീയറിംഗിന് ഗവൺമെന്റ് മേഖലയിൽ ഫീസ് ഉള്ളൂ. അർദ്ധ സർക്കാർ ആണെങ്കിൽ 35,000, അവിടെ തന്നെ മാനേജ്മെന്റ് സീറ്റ് വേണമെങ്കിൽ 60,000, സെൽഫ് ഫിനാൻസിംഗ് ആണെങ്കിൽ 70,000 രൂപയുള്ളൂ. അപ്പം ഏതൊരു കുടുംബത്തിനെ സംബന്ധിച്ചോളം കാരണം ഇത് കഴിഞ്ഞിറങ്ങിയാൽ തന്നെ ജോലി സാധ്യത. കാരണം ഇപ്പൊ ഏത് എഞ്ചിനീയറിംഗ് കോളേജ് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും അവിടെ കംപ്ലീറ്റ് ചെയ്യുന്ന കുട്ടികൾ ഇപ്പൊ 60 കുട്ടികളാണ് മെക്കാനിക്കൽ കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിൽ ആ എഞ്ചിനീയറിംഗ് കോളേജിൽ വെളിയിൽ നിന്നുള്ള ക്യാമ്പസ് ഇന്റർവ്യൂ ആയിട്ട് വന്നിരിക്കുന്നത് 100 സീറ്റിന് ആളെ തരാമോ എന്ന് ചോദിച്ചാണ്. കാരണം ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രത്യേകത കുസാറ്റ് ആണെങ്കിലും കേരള എഞ്ചിനീയറിംഗ് വഴിയുള്ള കോളേജുകളാണെങ്കിലും ക്യാമ്പസ് ഇന്റർവ്യൂവിന് നിങ്ങളുടെ കോളേജുകളിൽ പാസ്സാകുന്നവരെക്കാളും കൂടുതൽ വേക്കൻസികളാണ് ക്യാമ്പസ് ഇന്റർവ്യൂ വഴി വിവിധ കമ്പനികൾ ഓപ്റ്റ് ചെയ്യുന്നത്. ഒരുപാട് കുട്ടികൾക്കുള്ള ഒരു സംശയമായിരുന്നു ഈ എഞ്ചിനീയറിംഗിന് കഴിഞ്ഞിട്ട് നമുക്ക് ജോലി കിട്ടുമോ ഇല്ലയോ എന്നുള്ള അതിനൊരു ഉത്തരവാണ് ഇപ്പൊ സത്യം പറഞ്ഞാലേ കേട്ടത്. കാരണം നമ്മുടെ ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും അസന്ദിഗ്ധമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം 2030 വലിയ വലിയ മാറ്റങ്ങളാണ് ഈ ഒരു മേഖലയിൽ ബിടെക്കിന്റെ മേഖലയിൽ വരാൻ പോകുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഡാറ്റാ സയൻസും ഒക്കെ വളരെയധികം നമ്മുടെ മേഖലകളിലോട്ട് കയറുമ്പോൾ കോർ സബ്ജക്ട് കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കല്, മെക്കാനിക് പോലുള്ള കോർ സബ്ജക്ട് പഠിച്ച് ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങുന്നവർക്ക് വലിയ ഡിമാൻഡാണ് ഇനി വരാൻ പോകുന്നത്. ഇവര് ഡിഗ്രി ലെവൽ വലുതെടുക്കരുത്, ഡിഗ്രി ലെവൽ കോർ സബ്ജക്ട് എടുക്കണം. അപ്പം നിങ്ങൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് നമുക്കറിയാം, ഇപ്പൊ ടീച്ചറിനോടൊക്കെ തന്നെയാണെങ്കിലും എല്ലാവരോടും ചോദിക്കുന്നത് ഏതൊക്കെ കോഴ്സുകളാണ്. നമ്മളിപ്പോ പറഞ്ഞ പോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ബയോടെക്നോളജിയും ഇൻഫോർമാറ്റിക്സും ബയോ ഇൻഫോർമാറ്റിക്സും റോബോട്ടിക് എഞ്ചിനീയറിംഗ് നോക്കൂ. 16-17 വയസ്സുള്ള +2 കഴിഞ്ഞ വിദ്യാർത്ഥി ഉടനെ പഠിക്കാൻ പോകുന്നത് നമുക്ക് ഈ മേഖലകൾ ഇപ്പൊ ക്രൈമിന്റെ ഒക്കെ മേഖലകളിലാണെങ്കിലും നമ്മളെ ഏറ്റവും അധികം ആകർഷിക്കുന്ന കോഴ്സുകളാണ്. എന്തിനേറെ പറയുന്നു നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറ ഈ സമയത്ത് അതിന്റെ വാർത്തയാണ്. അപ്പം അതിലോട്ട് കുട്ടികൾക്ക് ഒരു അട്രാക്ഷൻ ഉണ്ട്. പക്ഷെ ജെനുവിനായിട്ട് പറയട്ടെ, 2030 കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാനായിട്ട് സാധിക്കും. ആ സമയത്തുള്ള സോഫ്റ്റ്വെയറുകളും ആ സമയത്തുള്ള ടെക്നോളജിയുമാണ് നമുക്ക് വേണ്ടത്. അത് പഠിക്കണമെങ്കിൽ ഇപ്പോൾ ഗ്രാജുവേഷൻ ലെവലിൽ നിങ്ങൾ
ബേസിക് ആയിട്ട് പഠിച്ചിരിക്കണം. അതിന് ആ കോർ സബ്ജക്ട് പഠിക്കാൻ, കമ്പ്യൂട്ടർ സയൻസിന്റെയും ഇലക്ട്രിക്കലിന്റെയും മെക്കാനിക്കലിന്റെയും ഏറ്റവും ടോപ്പ് കോളേജിൽ പഠിക്കാൻ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് തീർച്ചയായിട്ടും പറ്റുന്ന രീതിയിലുള്ള പേപ്പർ 1 ആണ്. ഫിസിക്സിന്റെയും കെമിസ്ട്രിയുടെയും കൃത്യമായ ഒരു ചോദ്യമാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയത്. അപ്പം കേരള എഞ്ചിനീയറിംഗിനെ ഒരു കുട്ടിയെയും വിഷമിപ്പിക്കാതെ ഒരു ചെറിയ ന്യൂമറിക്കൽ ടൈപ്പ് പ്രോബ്ലം ടൈപ്പ് തന്നെയായിരുന്നു കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. ഡയറക്റ്റ് ക്വസ്റ്റൻ ഒന്നും അല്ല വന്നത് അല്ലേ? ഇപ്പൊ മെഡിക്കലിനെയൊക്കെ സംബന്ധിച്ചോളം ഡയറക്റ്റ് ക്വസ്റ്റൻസ് ഒന്നും അല്ല വന്നിരിക്കുന്നത്. ആവറേജ് ലെവൽ ക്വസ്റ്റ്യൻ തന്നെയാണ് പേപ്പർ 1 നമ്മൾ അത് തന്നെയാണ് എല്ലാ കുട്ടികളോടും പറഞ്ഞത്. അതിന്റെയാണ് നമ്മളൊരു പ്രത്യേകത പറഞ്ഞത്. ഡയറക്റ്റ് അല്ലെങ്കിൽ കൂടി നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന രീതിയിൽ സാധിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരുന്നു. കാരണം ഇപ്പൊ ബ്രില്യന്റ് മോഡൽ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ജനുവരി 1 മുതൽ ഇങ്ങോട്ട് നമ്മുടെ കുട്ടികളെല്ലാം മോഡലുകൾ എഴുതുകയാണ്. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, ഈ മെയ് 17-ാം തീയതി ഇന്നലെ രാത്രി 9 മണി വരെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഏത് ലെവലുള്ള ക്വസ്റ്റ്യൻ ആണോ അതേ ക്വസ്റ്റ്യൻ തന്നെ. അപ്പൊ ഇന്നലെ വരെ മോഡൽ എഴുതിയ കുട്ടിയാണെങ്കിൽ ഇന്ന് അടുത്ത മോഡൽ എഴുതുന്ന ഒരു പ്രതീതിയിലോട്ട് എനിക്ക് തോന്നുന്നു ആ ലെവലിലുള്ള ഒരു ക്വസ്റ്റ്യനിലോട്ടാണ് തന്നെയാണ് കേരള എഞ്ചിനീയറിംഗിന്റെ പേപ്പർ 1 കടന്നു പോകുന്നത്. നിങ്ങൾക്ക് ഇപ്പം ഓരോ ക്വസ്റ്റ്യനിലൂടെയും കടന്നു ഇപ്പം സാറുമാർ ഇപ്പം തന്നെ ഫിസിക്സിന്റെയും കെമിസ്ട്രിയുടെയും ഓരോ ഡീറ്റെയിൽ അനാലിസിസ്, അതിന്റെ ആൻസറുകൾ, കീകള്, അതുപോലെ തന്നെ അത് ഫസ്റ്റ് ഇയർ ആണോ സെക്കൻഡ് ഇയർ ആണോ, അത് ഏതൊക്കെ ചാപ്റ്ററുകളിൽ നിന്നുള്ളതാണ്, അത് ഈസി, മീഡിയം, ഹൈ ലെവൽ, ഏത് ലെവലുള്ള ചോദ്യങ്ങളാണ്, ഇങ്ങനെയുള്ളത് കൃത്യമായിട്ട് നമ്മൾ അനലൈസ് ചെയ്യാൻ പോവുകയാണ്. ആ ഒരു സമയത്ത് ഏറ്റവും ആദ്യം നമുക്ക് കിട്ടിയിരിക്കുന്നത് കുട്ടികളെ വിഷമിപ്പിക്കാത്ത, അവർക്ക് ഏറ്റവും അധികം ആഗ്രഹം ഇപ്പൊ ഒരു ഗവൺമെന്റ് കോളേജ്, കാരണം കുടുംബത്തിന് വലിയ ബാധ്യത വരുത്താതെ ഒരു ആവറേജ് ഗവൺമെന്റ് ലെവലിൽ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 5000 കേരള എഞ്ചിനീയറിംഗ് റാങ്ക് ഒരു 5000 റാങ്കിനകത്ത് വന്നു കഴിഞ്ഞാല് ഒരു ഗവൺമെന്റ്, ഇപ്പം കോട്ടയം എഞ്ചിനീയറിംഗ് കോളേജ് ആദ്യത്തെ 5 ലെവലുള്ള ഒരു കോളേജാണ്. അപ്പൊ ഇവിടെ ഒരു കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ലൈഫാണ് സെക്യൂർ ആകുന്നത്. ഇപ്പോഴത്തെ ഒരു യുവജനത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം വിദേശങ്ങളിൽ പോയി ഗ്രാജുവേഷൻ ലെവൽ പഠിക്കണം എന്നുള്ള ഒരു ലെവലാണ്. എന്നാൽ ഇതിലൂടെയൊക്കെ ഒരു നല്ല സ്കോർ കിട്ടിക്കഴിഞ്ഞാല് നമുക്ക് ഇവിടുത്തെ ടോപ്പ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ തന്നെ, അല്ലെ ടോപ്പ് എന്ന് വേണ്ട, ഏത് എഞ്ചിനീയറിംഗ് കോളേജുകളിലാണെങ്കിലും ഒരു മെഡിക്കൽ കോർ സബ്ജക്ട് അത് പഠിക്കാനായിട്ട് നമ്മുടെ കുട്ടികൾക്ക് സാധിക്കും. കമ്പ്യൂട്ടർ ആണെങ്കിലും ഇലക്ട്രിക്കൽ ആണെങ്കിലും മെക്കാനിക്കൽ ആണെങ്കിലും പഠിക്കും. ആ ഒരു ലെവൽ ചോദ്യമാണ് നമുക്കിപ്പോ ആദ്യം കിട്ടിയിരിക്കുന്നത്. ഒരു 5000 റാങ്കിന്റെ അകത്തുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് 9,000 രൂപ മാത്രം വാർഷിക ഫീസ് കൊടുത്തുകൊണ്ട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗിന് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പൊ എങ്ങനെയായിരിക്കും സെൽഫ് ഫിനാൻസിംഗിന് വരുമ്പോഴത്തേക്കും? അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ അർദ്ധ സർക്കാർ 24ഓളം അർദ്ധ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്. അവിടുത്തെ പകുതി സീറ്റുകൾ 30,000 രൂപയേ ഉള്ളൂ. മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് തൃക്കാക്കര, ചെങ്ങന്നൂർ എഞ്ചിനീയറിംഗ് കോളേജ്, അടൂർ എഞ്ചിനീയറിംഗ് കോളേജ്, കരുനാഗപ്പള്ളി എഞ്ചിനീയറിംഗ് കോളേജ്, അങ്ങനെയുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളിൽ 50% 30,000 രൂപ വാർഷിക ഫീസ് ഉള്ളൂ. അവിടെയുമുണ്ട് ഇലക്ട്രോണിക്സും കമ്പ്യൂട്ടർ സയൻസും മെക്കാനിക്കലും ഇലക്ട്രിക്കലും എല്ലാം. സിവില് ഒരു കാരണവശാലും നമ്മൾ മറക്കാൻ പാടില്ല. പറയുന്നത് വരുമ്പോൾ ഞാൻ പറയുമായിരുന്നു, നമുക്ക് ഇനി കൺസ്ട്രക്ഷൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇല്ലാതെ പോകുന്ന ഒരു ആ മേഖല ഒരിക്കലും നശിച്ചു പോകുന്നില്ല. അതിനും വലിയൊരു മാറ്റവും സംഭവിക്കുന്നില്ല. നമ്മുടെ ഇന്ത്യൻ കൾച്ചറിൽ ഇപ്പോഴത്തെ കമ്പ്യൂട്ടർ സയൻസ് നമ്മൾ പഠിച്ചിറങ്ങുമ്പോൾ ഒരിക്കലും ആ പഠിച്ചത് ആ സ്ഥാപനത്തിൽ ഉപയോഗിക്കാൻ ഒരു വിദ്യാർത്ഥിക്കും പറ്റുകയില്ല. അവിടെ ഏതൊരു സിസ്റ്റമാണോ ഉള്ളത് അത് പഠിക്കാനേ പറ്റുള്ളൂ. മെക്കാനിക്കലിലാണെങ്കിലും അയാൾ പഠിച്ചത് എന്താണോ, പക്ഷെ സ്ഥാപനത്തിൽ ചെല്ലുമ്പോൾ ഏറ്റവും പുതിയ ടൂളുകളായിരിക്കും. പക്ഷെ സിവിലിനെ സംബന്ധിച്ചോളം എന്താണോ അയാൾ ഗ്രാജുവേഷനിൽ പഠിച്ചത് അത് തന്നെ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ഇന്ത്യയുടെ കൾച്ചറിൽ തന്നെ ഏറ്റവും അധികം സാധ്യതകളുള്ള ഒരു ആവറേജ് ഫാമിലിക്കൊക്കെ നല്ലൊരു കുടുംബജീവിതം നയിക്കാൻ പാകത്തിന് റെമ്യൂണറേഷൻ കിട്ടുന്ന, ഗ്രാജുവേഷൻ കഴിയുമ്പോൾ തന്നെ റെമ്യൂണറേഷൻ കിട്ടുന്ന സിവിൽ എഞ്ചിനീയറിംഗ്, തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് ആണെങ്കിലും TKM ആണെങ്കിലും ഈ അർദ്ധ സർക്കാർ കോളേജുകളൊക്കെ ആണെങ്കിലും MSc ഒക്കെ ആണെങ്കിലും ആ ലെവലിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിനെ തന്നെ മാറ്റാൻ പറ്റിയ മേഖലകളാണ് ഈ സിവിൽ എഞ്ചിനീയറിംഗും മെക്കാനിക്കലും ഒക്കെ നമുക്ക് തരുന്നത്. അപ്പം ഇതിന് പറ്റിയ ഒരു പേപ്പർ 1 ആണ്. നമ്മുടെ കുട്ടികളെ ഒരു തരത്തിലും കുട്ടികളെ വിഷമിപ്പിച്ചിട്ടില്ല. ഫിസിക്സും കെമിസ്ട്രിയും 72 ചോദ്യങ്ങൾ ഫിസിക്സും 48 ചോദ്യങ്ങൾ കെമിസ്ട്രിയിലും ഉള്ളത് ഏതാണ്ട് വളരെ നന്നായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് കുട്ടികൾക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ളത് ഇപ്പം ആദ്യത്തെ റിവ്യൂവിൽ ഞങ്ങളുടെ സെന്ററുകളിൽ നിന്നുള്ള റിവ്യൂകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സെന്ററുകളിൽ കുട്ടികളുടെ റിവ്യൂകൾ നമുക്ക് ആക്കുമ്പോൾ കൂടുതലായിട്ട് നമുക്ക് അത് അറിയാനായിട്ട് സാധിക്കും. ഇനി നമ്മൾക്ക് പല സെന്ററുകളിലും നമ്മുടെ ടീച്ചേഴ്സ്, നമ്മുടെ ആൾക്കാരും പോയിട്ടുണ്ട്.
അവരുടെ റിവ്യൂ നമുക്ക് ആ കറക്റ്റ് എക്സാം സെന്ററിൽ നിന്നുള്ള റിവ്യൂ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് അവരുടെ കുട്ടികളുടെ എക്സ്പീരിയൻസ് എന്താണ്, കുട്ടികൾ എങ്ങനെയുണ്ട് നോക്കിയത്. ഇപ്പൊ നമ്മുടെ ഫാക്കൽറ്റീസ് നോക്കുമ്പോഴാണ് അവര് പ്രോബ്ലമാറ്റിക് ആണ് എങ്കിലും നമുക്ക് ആൻസർ പെട്ടെന്ന് കിട്ടാൻ പറ്റും. അതെ, ഒരു ടീച്ചർ കാണുന്ന പോലെ അല്ലല്ലോ ഒരു കുട്ടി കാണുന്നത് അതിനെ വേറൊരു രീതിയിലായിരിക്കും. അപ്പൊ നമുക്ക് എല്ലാ സെന്ററുകളിൽ നിന്നും ഉടനടി തന്നെ നമുക്ക് ലെവലിൽ വളരെയധികം സന്തോഷം തോന്നുന്ന ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്ന് തന്നെ അതെ ക്വസ്റ്റ്യൻ ബാങ്കിൽ തന്നെ നമ്മുടെ ക്ലാസ്സിൽ ചെയ്യിപ്പിച്ചേക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്, അല്ലെന്നുണ്ടെങ്കിൽ എക്സാമിന് വന്നേക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് മിക്കതും തന്നെ നമ്മുടെ എക്സാമിന് വന്നേക്കുന്നത്. അത് വലിയ ബുദ്ധിമുട്ടില്ലാത്ത ക്വസ്റ്റ്യൻ, എല്ലാത്തിലും ആൻസറിലോട്ട് എത്താൻ പറ്റിയ ഒരു ചോദ്യം തന്നെയാണ് നമ്മുടെ കുട്ടികൾക്ക് കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് ആദ്യത്തെ റിവ്യൂ കിട്ടിയിരിക്കുന്നത്. ഇനി എക്സാം സെന്ററിൽ നിന്നും കുട്ടികളുടെ ഭാഗത്തു നിന്നുള്ള റിവ്യൂകൾ കിട്ടുമ്പോൾ നമുക്കത് കൂടുതൽ അവരുടെ ഭാഗത്ത് നിന്ന് എത്രത്തോളം സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇപ്പൊ നമുക്കറിയാം പേപ്പർ 1 കഴിഞ്ഞിട്ടും പേപ്പർ 2 കഴിഞ്ഞിട്ടും അവരുടെ കാർബൺ കോപ്പി, അവരെഴുതിയ കാർബൺ കോപ്പി തന്നെ നിങ്ങൾക്ക് കിട്ടും, ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കിട്ടും. അപ്പൊ കറക്റ്റ് സ്കോർ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞിട്ട് എൻട്രൻസിന്റെ ഈ കേരള എൻട്രൻസ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ ഒരു വരുന്ന അപ്ഡേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഈ OMR ഏതാണ്ട് 1.25 ലക്ഷം കുട്ടികളാണ് ഇന്ന് പേപ്പർ 1 എക്സാം എഴുതിയിരിക്കുന്നത്. ഇത് എഴുതി കഴിയുമ്പോൾ ഈ OMR എല്ലാം സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ ഒരു സ്കോർ 960 എഞ്ചിനീയറിംഗ് എഴുതിയ കുട്ടികളുടെ ഒരു സ്കോർ ആദ്യം എൻട്രൻസ് കമ്മീഷൻ പബ്ലിഷ് ചെയ്യും. ബിഫാം എഴുതിയ കുട്ടികളുടെ, ഫാർമസി എഴുതിയ കുട്ടികളുടെ റാങ്കിങ് ആണ് പബ്ലിഷ് ചെയ്യുന്നത്. കാരണം അവർക്ക് +2 മാർക്കൊന്നും ആഡ് ചെയ്യണ്ടല്ലോ. ഫിസിക്സിന്റെയും കെമിസ്ട്രിയുടെയും മാർക്കിന് ഈക്വൽ വെയിറ്റേജ് കൊടുത്തുകൊണ്ട് ഫാർമസിയുടെ റാങ്ക് തന്നെ പബ്ലിഷ് ചെയ്യും. അതൊരു ജൂൺ പകുതിയോടുകൂടിയൊക്കെ സാധാരണ ഉണ്ടാകാറുള്ളൂ. ഈ ജൂൺ ആദ്യം തന്നെ കേരള എഞ്ചിനീയറിംഗിന്റെ സ്കോർ നമുക്ക് വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. അതാണ് ഇനി കേരള എഞ്ചിനീയറിംഗ് സംബന്ധിച്ചുള്ള അപ്ഡേഷൻ വരുന്നത്. ഈ 960 എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നമുക്ക് ce.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി ജൂൺ ആദ്യം അറിയാൻ സാധിക്കും. അതിനുശേഷം കേരള എഞ്ചിനീയറിംഗിന് +2 മാർക്കും കൂടെ ആഡ് ചെയ്തുകൊണ്ടാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അപ്പം ആ +2 മാർക്ക് ഫിസിക്സിന്റെയും കെമിസ്ട്രിയുടെയും മാത്തമാറ്റിക്സിന്റെയും 2ാമത്തെ വർഷത്തെ മാർക്ക് കേരള എൻട്രൻസ് കമ്മീഷൻ വെബ്സൈറ്റിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ശിവൻ സാർ തന്നെ യൂട്യൂബിലൂടെ വിവിധ സെഷനിലെ എല്ലാ കാര്യങ്ങളും ലൈവ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് അപ്ഡേഷൻ തരുന്നുണ്ട്. കുറച്ച് കുട്ടികളെങ്കിലും ഈ ഒരു കാര്യം, അതായത് എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം കഴിഞ്ഞിട്ട് സ്കോർ ചെക്ക് ചെയ്യുക, +2 മാർക്ക് കൃത്യമായിട്ട് ആഡ് ചെയ്യുക. അതിനകത്ത് ഇംപ്രൂവ്മെന്റിന്റെ മാർക്ക്, കഴിഞ്ഞ വർഷങ്ങളിൽ +2 പാസ്സായവരുടെ മാർക്ക്, ഇത് കൃത്യമായിട്ടൊന്ന് കൊടുക്കാൻ ഒരു കാരണവശാലും മറന്നു പോകരുത്. എനിക്ക് തോന്നുന്നു ഒരു 5-10 കുട്ടികളെങ്കിലും റെഗുലർ ആയിട്ട് നമ്മുടെ വീഡിയോ കാണാത്തതുകൊണ്ടായിരിക്കാം, അല്ലെ അപ്ഡേഷൻസ് ലഭിക്കാത്തത് കൊണ്ടായിരിക്കാം ആ ഒരു കാര്യം +2 മാർക്ക് ആഡ് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ കേരള എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് വരികയുള്ളൂ. അപ്പം നമുക്ക് ഈ ജൂൺ ആദ്യം തന്നെ അതിന്റെ ഒരു സ്കോർ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഏറ്റവും പുതിയ കിട്ടിയ അപ്ഡേഷൻ അനുസരിച്ചിട്ട് ഇവിടുന്നുള്ള ഒരു സന്തോഷ വാർത്തയാണ് അവർ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. നമ്മുടെ ഫിസിക്സിന്റെ പേപ്പർ 1ഉം പേപ്പർ 2ഉം ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. അതായത് പരീക്ഷ കഴിഞ്ഞിട്ട് ഏതാണ്ട് 1 മണിക്കൂർ അടുക്കുമ്പോൾ തന്നെ 120 ചോദ്യങ്ങളുടെയും ആൻസർ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. അതാണ് നമ്മുടെ ബ്രില്യന്റ് ടീം. കാരണം ഇന്നലെ വരെ നടന്ന പരീക്ഷയിൽ നിന്നും വ്യത്യസ്തമല്ലായിരുന്നു പേപ്പർ 1. നമ്മുടെ ഫാക്കൽറ്റീസിന് അത് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ സാധിച്ചു. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചോളം അവർക്ക്. ഹലോ എവരിവൺ, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ നമ്മുടെ കയ്യിൽ ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള കോഡ് A1 ആണ്. അപ്പോൾ ഞാനിവിടെ 37 മുതലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാനിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിന് പാരലായിട്ട് 1 മുതലുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ അടുത്ത വീഡിയോയിൽ, അടുത്ത ലൈവിൽ ഇതിന്റെ പാരലായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 37ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 37. 2 identical solid spheres, each of radius 10 centimeter, are kept in contact if the moment of inertia of the system about tangent passing through the point of contact is 0.14, then mass of each sphere. അപ്പോൾ കുറച്ചൊന്ന് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. സോ ദീസ് ആർ 2 spheres which are placed, 2 solid spheres എന്ന് പറയുന്നുണ്ട് അല്ലേ? യെസ്, 2 identical solid spheres, they are placed like this. അപ്പോൾ അവരുടെ ഒരു കോമൺ പരസ്പരം ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ കോമൺ ടാൻജന്റ് നോക്കിയാൽ, ആ കോമൺ ടാൻജന്റ് വെച്ചിട്ട് ഒരു സ്ഫിയറിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എത്രയാണ്? ഇറ്റ് ഈസ് 2/5 mr² പ്ലസ് mr². ഇപ്പൊ എത്ര വരിക? 7/5 mr² എന്ന് വരും. അത് ഒരു സ്ഫിയറിന്റെ ആണ് ഇൻടു 2. അതാണ് ടോട്ടൽ സിസ്റ്റത്തിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ദിസ് ആക്സിസ്. ഇറ്റ് ഈസ് ഗിവൺ ആസ് 0.14. അപ്പോൾ ഇറ്റ് ഈസ് 2 into 2/5 mr² പ്ലസ് mr², 7/5 mr² ആണ്. സോ 7/5 mr² ഇസ് ഈക്വൽ ടു 0.14 അല്ലെ? അപ്പോൾ നമുക്ക് 14/5
into m. m ആണ് നമുക്ക് വേണ്ടത്. റേഡിയസ് എത്രയാണ്? 10 centimeter or 10 raised to -1 meter. സ്ക്വയർ ചെയ്താൽ 10 raised to -2 meter square is equal to 0.14. അപ്പോൾ 14 into 10 raised to -2 ഉം 0.14 ഉം 1 ആണ്, ക്യാൻസൽ ആയി പോകും. then we will get m is equal to 5 എന്നാണ് നമുക്ക് കിട്ടുക അല്ലേ. മാസ് is equal to 5 kilogram. ഓപ്ഷൻ എ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 37. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 38 ആണ്. A NOR gate has two inputs I1 and I2 and one output terminal. Which of the following configuration is true? അപ്പോൾ NOR ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ ഒന്ന് ആലോചിച്ച് നോക്കുക. 0 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 1 ആണ്, 1 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആണ്, 0 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആണ്, 1 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആണ്. അപ്പോൾ ഇതുമായിട്ട് മാച്ച് ചെയ്യാത്തത് ഏതാണെന്ന് നോക്കുക. സോ 0 0 ഔട്ട്പുട്ട് 1 മാച്ച് ചെയ്യുന്നുണ്ട്, 0 0 ഔട്ട്പുട്ട് 0 അല്ലേ. അപ്പോൾ ഇതാണ് മാച്ച് ചെയ്യാത്തത്. സോ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ബാക്കി എല്ലാം മാച്ച് ചെയ്യുന്നുണ്ടോ നമുക്ക് നോക്കാം. 1 1 0 ശരിയാണ്, അടുത്തത് 1 0 0 ശരിയാണ്, 0 1 0 ശരിയാണ്. അപ്പോൾ മാച്ച് ചെയ്യാത്തത് ഏത് മാത്രമാണ്? ഇറ്റ് ഇസ് ഓപ്ഷൻ ബി, ക്വസ്റ്റ്യൻ നമ്പർ 38. ലെറ്റ്സ് മൂവ് ഓൺ ടു 39. The kinetic energy of a particle m1 moving with a speed v is same as the kinetic energy of a solid sphere of mass m2 rolling on the plane surface. അങ്ങനെയാണെങ്കിൽ we have to find the ratio of their speed same ആണ്, then we have to find the ratio of their masses. പക്ഷെ ശ്രദ്ധിക്കുക, ഒരു പാർട്ടിക്കിൾ മൂവിംഗ് വിത്ത് എ സ്പീഡ് v, so half m1 into v square ആണ് അതിന്റെ kinetic energy. It has same kinetic energy as that of the sphere of mass m2 rolling. അപ്പോൾ റോള് ചെയ്യുന്ന ഒരു ബോഡിയുടെ കൈനറ്റിക് എനർജി എന്താണ്? ഹാഫ് m2 v square into 1 plus k square by r square. ഇത് സോളിഡ് സ്ഫിയർ ആണ്, സോ k square by r square is 2/5. സോ ഹാഫും v square ഒക്കെ ക്യാൻസൽ ആകും. സോ m1 is equal to m2 into 1 plus 2/5. It is 7/5. or we can say m1 by m2 is equal to 7/5 എന്നാണ് കിട്ടുക. 7/5. It is option D. That is question number 39. ഓക്കെ, അടുത്ത 40ാമത്തെ ക്വസ്റ്റ്യനിലേക്ക്. ഇതിനും ഈ രണ്ട് ക്വസ്റ്റ്യൻസും കുറച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എന്നാൽ 40th ക്വസ്റ്റ്യൻ, 40ാമത്തെ ക്വസ്റ്റ്യൻ, ലൈൻ ഓഫ് സൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഹാപ്പൻസ് ബൈ മീൻസ് ഓഫ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, തിയറി ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് അല്ലെ. ലൈൻ ഓഫ് സൈറ്റ് കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഏത് വേവ്സ് ആണ്? സ്പേസ് വേവ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ലൈൻ ഓഫ് സൈറ്റ് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കുന്നത്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ ചാപ്റ്ററിലെ ഒരു ഡയറക്റ്റ് തിയറി ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് 41. A ring of radius 1.75 meter. A ring of radius 1.75 meter stands vertically. A small sphere of mass 1 kilogram rolls on the inside of this ring without slipping. If it has a velocity of 10 meter per second at the bottom of the ring, then velocity when it reaches the top. കുറച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്, അത്യാവശ്യം നന്നായിട്ട് ആലോചിച്ച് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു സ്ഫിയർ റോള് ചെയ്യാണ്, ഓക്കെ, സ്ലൈഡ് ചെയ്യല്ല, റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിംഗ് എന്നാണ് പറയുന്നത് സ്ഫിയർ അല്ലെ. അപ്പൊ അത് ഇവിടെ നിന്ന് റോൾ ചെയ്ത് അവസാനം ഇവിടെ എത്തുകയാണ് അല്ലെ. അപ്പോ നമ്മൾ കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി അപ്ലൈ ചെയ്താൽ ഇവിടുത്തെ കൈനറ്റിക് എനർജി എത്രയാണ്? ഇറ്റ് ഇസ് ഹാഫ് m v1 സ്ക്വയർ ഇൻറ്റു 1 plus k square by r square. സോളിഡ് സ്ഫിയർ ആണ് അല്ലെ. സ്മോൾ സ്ഫിയർ എന്ന് പറയുമ്പോൾ സോളിഡ് സ്ഫിയർ ആയിട്ട് എടുക്കാം. സോ 1 plus 2/5 that is 7/5 is equal to, ഇവിടെ എത്തുമ്പോൾ അവിടുത്തെ കൈനറ്റിക് എനർജി ഹാഫ് m v2 സ്ക്വയർ ഇൻറ്റു 1 plus k square by r square 7/5 പ്ലസ് പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? mg into 2r. ഈ ഹൈറ്റ് ഇറ്റ് ഇസ് 2r, സോ പൊട്ടൻഷ്യൽ എനർജി ഇസ് mg into 2r. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ m ഒക്കെ ക്യാൻസൽ ചെയ്യാം. m ക്യാൻസൽ ചെയ്താൽ v1 സ്ക്വയർ ഇൻറ്റു 7/10 is equal to v2 സ്ക്വയർ ഇൻറ്റു 7/10 is equal to plus 2gr. അപ്പോൾ നമുക്ക് v2 സ്ക്വയർ ആണ് വേണ്ട അല്ലെ. സോ v2 സ്ക്വയർ is equal to v1 സ്ക്വയർ മൈനസ് 2gr ഇൻറ്റു 10/7 എന്ന് വരും അല്ലെ. v1 10 ആണ് അല്ലെ. v1 സ്ക്വയർ 100 മൈനസ് 2 ഇൻറ്റു 10 ഇൻറ്റു r എത്രയാണ്? 1.75 അല്ലേ? യെസ്, 1.75 into 10 divided by 7. ശരിയല്ലേ? സോ ഇറ്റ് ഇസ് 100 മൈനസ് 2 into 1.75 is 3.5. 3.5 into 10 എത്രയാണ്? ഇറ്റ് ഇസ് 35 into 10 divided by 7. എത്രയാണ് വരിക? ക്യാൻസൽ ചെയ്താൽ 100 minus 50 എന്ന് കിട്ടും. v2 സ്ക്വയർ ഇസ് 50. അങ്ങനെയാണെങ്കിൽ v2 എത്രയാണ്? റൂട്ട് ഓഫ് 50 നമുക്ക് 5√2 എന്ന് എടുക്കാം. 5√2 ഓപ്ഷനിലുണ്ടോ? ഉണ്ടല്ലോ. ഓപ്ഷൻ ഇ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചോണം. അപ്പോൾ ഇത് കുറച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലെ. ഒറ്റ നോട്ടത്തിൽ നോക്കി തിയറി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് അല്ല. അപ്പൊ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് നമ്മൾ കാണുന്നുണ്ട്. അടുത്തത് 42nd ക്വസ്റ്റ്യൻ. A signal of 5 kilohertz frequency is amplitude modulated on a carrier wave of frequency 5 megahertz. The frequencies of sidebands. അപ്പോൾ upper sideband ന്റെ lower sideband ന്റെ frequency എത്രയാണ്? What is the frequency of lower sideband? It is carrier frequency plus
frequency of lower side band, it is FC minus FM, and upper side band in the frequency എന്താണ് FC plus FM. Answer megahertz ലാണ്. So FC 5 megahertz plus modulating signal ന്റെ frequency എത്രയാണ്? It is 5 kilohertz. 5 kilohertz നെ നമുക്ക് 0.005 megahertz എന്ന് എടുക്കാം അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ this becomes 4.995 megahertz. അതുപോലെ ഇത് എത്രയാണ്? 5 plus 0.005, that is 5.005 megahertz എന്നാണ് നമുക്ക് ഉത്തരം കിട്ടുക. That is option ഏതാ? Option C അല്ലേ? Option C, 4.995 and 5.005. I hope that is clear. That is question number 42. Let's move on to 43. 43ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്. A string clamped at both ends is mass 10 gram. Okay, mass 10 gram ആണ്. 10 gram എന്ന് പറയുമ്പോൾ 10 raised to minus 2 kilogram. Length 1 meter ആണ്. Length is 1 meter. Okay. It is kept under a tension of 1 Newton. So tension 1 Newton. It is vibrating in fundamental mode. Fundamental mode എന്ന് പറയുമ്പോൾ it is vibrating like this. Okay. Amplitude 1 centimeter. Okay, amplitude എത്രയാണ്? 1 centimeter. 10 raised to minus 2. അതായത് സ്റ്റാൻഡിംഗ് വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ്, അല്ലാതെ ഇൻഡിവിജ്വൽ വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് അല്ല തന്നേക്കുന്നത്. അസ്യൂമിംഗ് ദ സ്റ്റാൻഡിംഗ് വേവ് പാറ്റേൺ ദ മാക്സിമം ആക്സിലറേഷൻ. അപ്പോൾ സ്റ്റാൻഡിംഗ് വേവ് ആകുമ്പോൾ ഓരോ പാർട്ടിക്കിളും SHM ലാണ്. ഓരോ പാർട്ടിക്കിളും എന്തിലാണ്? SHM ലാണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ ഫ്രീക്വൻസി ആദ്യം കണ്ടുപിടിക്കണം, അതിന് വെലോസിറ്റി കണ്ടുപിടിക്കണം. വെലോസിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുക? റൂട്ട് ഓഫ് T by mu അല്ലേ? That is root of tension 1 ആണ്. mu എത്രയാണ്? mass by length. mass by length 10 raised to minus 2 by 1. 10 raised to minus 2. റൂട്ട് എടുക്കുമ്പോൾ 10 എന്ന് കിട്ടും. വെലോസിറ്റി 10 ആണ്. ഇനി വേവ് ലെങ്ത് എങ്ങനെയാണ് കിട്ടുക? ഇത്രയും ലാംഡ ബൈ 2 ആണ്. ഇത് 1 മീറ്റർ ആണ് അല്ലേ? 1 മീറ്റർ ആണ്. അത് ലാംഡ ബൈ 2 ആണ് അല്ലെ? ഒരു സെഗ്മെന്റിന്റെ നീളം. അപ്പോൾ അത് 1 മീറ്റർ ആണെങ്കിൽ ലാംഡ എത്രയാണ്? 2 മീറ്റർ. വെലോസിറ്റി 10, ലാംഡ 2. അപ്പോൾ ഫ്രീക്വൻസി എത്രയാണ്? ഇറ്റ് ഇസ് V by ലാംഡ. V by ലാംഡ എത്രയാണ്? 10 by 2. 10 by 2 എന്ന് പറയുമ്പോഴത്തേക്ക് 5 ഹെർട്സ് ആണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഒമേഗ എത്രയാണ്? ഇറ്റ് ഇസ് ഒമേഗ 2 pi f, that is 2 pi into 5. 2 pi into 5 എത്രയാണ്? ഇറ്റ് ഇസ് 10 pi. ഒമേഗ 10 pi ആണ്. അങ്ങനെയാണെങ്കിൽ ഓസിലേറ്റ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിളിന്റെ സ്റ്റാൻഡിംഗ് വേവിൽ ഓരോ പാർട്ടിക്കിളും SHM നടത്തുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടുത്തെ മാക്സിമം ആക്സിലറേഷൻ, അപ്പോൾ ആന്റിനോഡിലുള്ള പാർട്ടിക്കിളിനായിരിക്കും മാക്സിമം ആക്സിലറേഷൻ വരിക. ആ മാക്സിമം ആക്സിലറേഷൻ എത്രയാണ്? എക്സ്ട്രീം പോയിന്റിൽ എത്തുമ്പോൾ മാക്സിമം ആക്സിലറേഷൻ ഒമേഗ സ്ക്വയർ A എന്നുള്ളതാണ് ഫോർമുല അല്ലേ? ഒമേഗ സ്ക്വയർ എത്രയാണ്? 100 pi സ്ക്വയർ ഇൻറ്റു ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്? ആംപ്ലിറ്റ്യൂഡ് ഇസ് 10 raised to minus 2. അപ്പോൾ 100 10 raised to minus 2 ക്യാൻസൽ ആകും. നമുക്ക് ആൻസർ കിട്ടുന്നത് പൈ സ്ക്വയർ എന്നാണ്. പൈ സ്ക്വയർ ഓപ്ഷനിലുണ്ടോ? ഓക്കെ, ഓപ്ഷൻ C പൈ സ്ക്വയർ തന്നെയാണ് അല്ലേ? അപ്പോൾ 43 എന്നുള്ളത് നമുക്ക് കിട്ടുന്നത് ഓപ്ഷൻ C എന്നാണ്. ഓക്കെ, ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ. മിസ്റ്റേക്ക് ഒന്നുമില്ലെന്ന് തോന്നുന്നു. സോ ദാറ്റ് ഇസ് 43. ലെറ്റ്സ് മൂവ് ഓൺ ടു 44. എന്താണ്? സ്ഫെറിക്കൽ ബോൾ is subjected to a pressure of 100 atmosphere. If the bulk modulus of the ball is 10 raised to 11, the change in volume is. Okay. അപ്പോൾ നമുക്കറിയാം ബൾക്ക് മോഡുലസിന്റെ എക്സ്പ്രഷൻ എന്താണ്? ഇറ്റ് ഇസ് മൈനസ് ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ ഡെൽറ്റ വി ബൈ വി. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ വി ബൈ വി ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ ബി. ദാറ്റ് ഇസ് മൈനസ് ഓഫ് ഡെൽറ്റ പി. പ്രഷർ എത്രയാണ്? സബ്ജക്റ്റഡ് ടു എ പ്രഷർ ഓഫ് 100 atmosphere. 100 into 10 raised to 5 divided by ബൾക്ക് മോഡുലസ് എത്രയാണ്? 10 raised to 11 അല്ലെ? ബൾക്ക് മോഡുലസ് is 10 raised to 11. So that is minus 10 raised to 7 by 10 raised to 11. That is 10 raised to minus 4 അല്ലെ? 10 raised to minus 4. 10 raised to minus 4 നമുക്ക് മൈനസ് 10 raised to minus 2 by 100 എന്ന് എഴുതിക്കൂടെ? കാരണം ആൻസർ വേണ്ടത് പെർസെന്റേജിലാണ്. 10 raised to minus 2 by 100 അതാണ് 10 raised to minus 2 by 100 നമുക്ക് പെർസെന്റേജ് എന്ന് എഴുതാം. സോ റിലേറ്റീവ് ചേഞ്ച്, ഈ പെർസെന്റേജ് ചേഞ്ച് ഇൻ വോളിയം is 10 raised to minus 2%. This minus sign indicates the volume decreases. പ്രഷർ എക്സേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ സ്ഫിയറിന്റെ വോളിയം കുറയല്ലേ ചെയ്യുക? അപ്പൊ അതാണ് അവിടെ ആ മൈനസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചേഞ്ചസ് മൈനസ് 0.01%. അപ്പോൾ 10 raised to ആൻസർ നമ്മൾ എഴുതുമ്പോഴത്തേക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രം മതി. 10 raised to minus 2%. ഏതാണ്? ഓപ്ഷൻ ബി ആണ് നമുക്ക് കിട്ടുന്നത്. 10 raised to minus 2%. ക്വസ്റ്റ്യൻ നമ്പർ 44. ഓക്കെ, അടുത്തത് 45. A hollow sphere of radius r encloses an electric dipole composed of two charges plus q and minus q. The net flux of electric field through the surface of the sphere due to enclosed dipole is. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജ് ആണ്, ഇവിടെ നെഗറ്റീവ് ചാർജ് ആണ്. ഒരു പ്ലസ് ക്യൂ ഉണ്ട്, ഒരു മൈനസ് ക്യൂ ഉണ്ട്. And this is completely enclosed by the sphere. അല്ലെ? This is completely enclosed by the sphere. അപ്പൊ അങ്ങനെയാണെങ്കിൽ according to Gauss law, the flux enclosed by the closed surface is equal to flux through the closed surface is equal to charge enclosed by epsilon 0. Charge enclosed എത്രയാണ്? What is the total charge enclosed? Q minus Q, it is 0. അല്ലെ? ഇപ്പൊ ഫ്ലക്സ് എത്രയാണ് നമുക്ക് കിട്ടുക? ഫ്ലക്സ് 0 എന്നാണ് കിട്ടുക. ഒരു ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്, തിയറി. നമ്മൾ പലപ്പോഴും തിയറിയിൽ പറയുന്ന ഒരു കാര്യം തന്നെയാണ്. ക്വസ്റ്റൻ നമ്പർ 45 ഓപ്ഷൻ ഡി. അടുത്ത 46ലേക്ക് വരാം നമുക്ക്. The work done W is required by an agent to form a bubble of radius r
an extra amount of work delta W is required to increase the radius by delta R. Delta R വളരെ ചെറുതാണ് കേട്ടോ. Delta R by R 1% ആണ്. Then delta W by W. What is the work done to blow a bubble? Work done required to form a bubble. Bubbleന്റെ bubble form ചെയ്യാനുള്ള വർക്ക് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? It is surface energy. Surface energy of the bubble is what we have to calculate. What is the surface energy of the bubble? It is 8 pi r square into T. 8 pi r square. ഒരു സർഫസിന്റെ ഏരിയ 4 pi r square. അങ്ങനെ രണ്ട് സർഫസ് ഉണ്ട്, ഇന്നർ ആൻഡ് ഔട്ടർ സർഫസ്. സോ 8 pi r square into T. അപ്പൊ അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ ഇസ് പ്രപ്പോർഷണൽ ടു r raised to 2 അല്ലേ? r raised to 2 ആണ്. അപ്പൊ ഡെൽറ്റ W by W എത്രയാണ്? ഡെൽറ്റ W by W എത്രയാണ്? 2 into delta R by R. ഡെൽറ്റ W by W എത്രയാണ്? It is 2 into delta R by R. That is 2 into delta R by R എത്രയാന്ന് പറയുന്നുണ്ട്? 1% ആണെന്ന് പറയുന്നുണ്ട്. So 2 into 1% it is 2%. അല്ലേ? 2 into 1% it is 2%. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ എ ആണ്. That is question number 46. Okay, അടുത്ത 47ലേക്ക് വരാം നമുക്ക്. Each side of a regular hexagon has a resistance R, effective resistance between the two opposite vertices of a hexagon. So we have a hexagon with us. ഇങ്ങനെ ഒരു ഹെക്സഗൺ ഉണ്ട്. അതിന്റെ ഓരോ സൈഡിന്റെയും റെസിസ്റ്റൻസ് R ആണെന്നാണ് പറയുന്നത് അല്ലെ? ഈച്ച് സൈഡ് ഓഫ് എ റെഗുലർ ഹെക്സഗൺ ഹാസ് റെസിസ്റ്റൻസ് R. അപ്പൊ ഇത് അതിന്റെ ഓപ്പോസിറ്റ് വെർട്ടീസസ് എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് വെർട്ടീസസ് എടുത്താൽ ഇവർ തമ്മിലുള്ള റെസിസ്റ്റൻസ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ അപ്പർ ഹാഫും ലോവർ ഹാഫും തമ്മിൽ പാരലൽ കോമ്പിനേഷൻ അല്ലേ? ആണല്ലോ. ശരിക്കും സിറ്റുവേഷൻ എന്താന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ആക്ച്വലി എ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസ്. അല്ലെ? R R R R R R. അപ്പൊ മുകളിലുള്ള 3 റെസിസ്റ്റേഴ്സും സീരീസ് ആണ്. സീരീസ് ആണെങ്കിൽ അവരുടെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണ്? ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇറ്റ് ഇസ് 3R. താഴത്തെ 3 റെസിസ്റ്റൻസും സീരീസ് ആണ്. അവരുടെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണ്? ഇറ്റ് ഇസ് ഓൾസോ 3R. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവരുടെ പാരലൽ ഇഫക്റ്റീവ് എത്രയാണ്? ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു 3R-ഉം 3R-ഉം പാരലൽ ആയാൽ ഇഫക്റ്റീവ് എത്രയാണ്? 3R by 2. 3R by 2 ആണ് നമ്മുടെ ആൻസർ വരേണ്ടത്. ഓപ്ഷൻ സി അല്ലെ? 3R into 3R divided by 3R plus 3R. So that is question number 47, option C. അടുത്തത് 48ലേക്ക് വരാം. 48. Two metallic solid spheres A and B have radius R and 3R respectively. The solid spheres are charged and kept isolated. Then the two spheres are connected to each other through a thin conducting wire. The ratio of final charge on the spheres A and B. രണ്ട് സ്ഫിയേഴ്സ് നമ്മളിങ്ങനെ എടുത്തു. ഓക്കെ, രണ്ട് സ്ഫിയേഴ്സ് എങ്ങനെയാണ്? അവർക്ക് രണ്ടുപേർക്കും നമ്മൾ ചാർജ് കൊടുക്കുന്നു. ആൻഡ് ദേ ആർ കെപ്റ്റ് ഐസൊലേറ്റഡ് ഫ്രം ഈച്ച് അതർ സോ ദാറ്റ് ദേ ഡു നോട്ട് ഇന്ററാക്ട് വിത്ത് ഈച്ച് അതർ. ദെൻ സംഹൗ വി ആർ കണക്ടിങ് ദം വയ വയർ. ഒരു വയർ കൊണ്ട് നമ്മൾ അവർ തമ്മിൽ കണക്ട് ചെയ്യുന്നു. സോ സോ ഹിയർ ദർ മേ ബി ചാർജ് ട്രാൻസ്ഫർ ബിറ്റ്വീൻ ദം. അപ്പൊ ആദ്യത്തെ ചെറിയ സ്ഫിയർ ആണ് അല്ലെ? ആദ്യത്തെ ചെറിയ സ്ഫിയർ ആണ്. ഓക്കെ, ഓഫ് റേഡിയസ് R. ഇപ്പോൾ ഇത് രണ്ടാമത്തെ വലിയ സ്ഫിയർ ആണ്, റേഡിയസ് 3R. അപ്പൊ വലിയ സ്ഫിയറിലുള്ള ചാർജ് നമുക്ക് Q1 എന്ന് വിളിക്കാം. ചെറിയ സ്ഫിയറുള്ളത് Q1 ഉം വലിയ സ്ഫിയറുള്ളത് Q2 ആയിട്ട് എടുക്കാം അല്ലെ? ദിസ് ഇസ് A ആൻഡ് ദിസ്. ഓക്കെ, അല്ലെങ്കിൽ QA എന്നും QB എന്നും എടുക്കാം ബിക്കോസ് ഇറ്റ് ഇസ് ഗിവൺ ആസ് സ്ഫിയേഴ്സ് A ആൻഡ് B. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ് വെൻ ദേ ആർ കണക്റ്റഡ് ബൈ എ വയർ? ഒരു വയർ കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് അവർ തമ്മിൽ ഒരു വയർ കൊണ്ട് കണക്ട് ചെയ്താൽ അവിടെ എന്താ സംഭവിക്കുന്നത്? വാട്ട് ഹാപ്പൻസ് ഇസ് ദെയർ പൊട്ടൻഷ്യൽസ് ബിക്കം ഈക്വൽ അല്ലെ? അവരുടെ പൊട്ടൻഷ്യൽസ് ഈക്വൽ ആകും. അവരുടെ പൊട്ടൻഷ്യൽസ് ഈക്വൽ ആകുക എന്ന് പറഞ്ഞാൽ വി ക്യാൻ സേ VA is equal to VB അല്ലെ? അവരുടെ പൊട്ടൻഷ്യൽസ് ഈക്വൽ ആകും. VA is equal to VB. അപ്പൊ അങ്ങനെയാണെങ്കിൽ VA എത്രയാണ്? VA is equal to 1/4πε0 QA divided by അതിന്റെ റേഡിയസ് QA by R. VB എത്രയാണ്? 1/4πε0 QB divided by അതിന്റെ റേഡിയസ് എത്രയാണ്? 3R ആണ് അല്ലെ? 1/4πε0 QA by R, അടുത്തത് QB by 3R. ഇത് അവരുടെ ഫൈനൽ ചാർജ് ആണ് ചോദിച്ചിരിക്കുന്നത്. ചാർജ് ഡെൻസിറ്റി ആയിരുന്നെങ്കിൽ വി വുഡ് ഹാവ് ടു യൂസ് അനദർ ഇക്വേഷൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ K ക്യാൻസൽ ആകും. വാട്ട് ഇസ് QA by QB? QA by QB is equal to R by 3R. R by 3R അല്ലെങ്കിൽ 1/3. 1:3 ആണ് ആൻസർ വരേണ്ടത്. ഇറ്റ് ഇസ് ഓപ്ഷൻ B. Okay, I hope that is clear. That is question number 48. ഓപ്ഷൻ ഏതാണ്? B. Let's look at question number 49. 49ലേക്ക് വരാം.
A heat engine operates between a cold reservoir and a hot reservoir. The engine takes 200 joule of heat from hot reservoir and has efficiency of 0.4. The amount of heat delivered to the cold reservoir is. അപ്പോൾ ഒരു ഹീറ്റ് എഞ്ചിൻ എന്താ ചെയ്യുന്നത്? ഒരു ഹോട്ട് റിസർവോയർ ഉണ്ടാകും. This is the heat engine. There will be a cold reservoir. The heat engine, what it will do is it will take some heat, it will absorb some heat Q1 from the hot reservoir, it will do some work, and the remaining heat will be rejected to the cold reservoir Q2. Okay, അപ്പോൾ അങ്ങനെയാണെങ്കിൽ it is given that Q1 is equal to 200 joules. Q1 എത്രയാണ്? 200 joules ആണെന്ന് പറയുന്നുണ്ട്. It is given that efficiency is equal to 0.4. എന്താണ് efficiency എന്ന് പറയുന്നത്? Efficiency of a heat engine is the work done by the heat engine per heat supplied to it. Work done by the heat engine per heat supplied to it, that is 0.4. For work done, we can calculate it as 0.4 into 200. 0.4 into 200 means it is 80 joules. Okay? It is 80 joules. Work done 80 joules ആണ്. അപ്പോൾ നമുക്കറിയാം Q1 is equal to W plus Q2 അല്ലേ? എടുക്കുന്ന ഹീറ്റിൽ ഒരു ഭാഗം വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, ബാക്കി Q2 ആയിട്ട് കളയുന്നു. അങ്ങനെയാണെങ്കിൽ what is Q2? Q2 is equal to Q1 minus W. ശരിയല്ലേ? amount of heat delivered to the cold reservoir എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ what we need is Q2. അപ്പോൾ it is Q1 minus W. Q1 എത്രയാണ്? 200 joules. W it is 80 joules. So 200 minus 80 it is 120 joules. അല്ലേ? 120 joules ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ദാറ്റ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 49. അടുത്ത 50th ക്വസ്റ്റ്യനിലേക്ക് വരാം. 50ാമത്തെ ക്വസ്റ്റ്യൻ. A system of ideal gas undergoes a thermodynamic process in which initial pressure and volume are equal to the final pressure and volume. Okay. Delta Q is the heat supplied to the system, delta W is the work done by the system, and delta U is the change in internal energy. Then the correct option is. അപ്പോൾ ഇവിടെ ഒരു സിസ്റ്റം ആണ്, അതിന്റെ ഇനിഷ്യൽ പ്രഷറും ഫൈനൽ പ്രഷറും ഈക്വൽ ആണ്, ഇനിഷ്യൽ വോളിയവും ഫൈനൽ വോളിയവും ഈക്വൽ ആണ് അല്ലേ? അപ്പോൾ നമുക്കറിയാം അക്കോർഡിംഗ് ടു ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV is equal to nRT അല്ലെ? അക്കോർഡിംഗ് ടു ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV is equal to nRT. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടെമ്പറേച്ചർ is equal to PV by nR അല്ലെ? അപ്പൊ ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് P1 ഉം P2 ഈക്വൽ ആണ്, V1 ഉം V2 ഈക്വൽ ആണ്. അപ്പൊ P1 V1 is equal to P2 V2 എന്ന് പറയാം അല്ലെ? അതായത് ഇനിഷ്യൽ പ്രഷർ ഈക്വൽ ആണ്, ഇനിഷ്യൽ വോളിയം ഈക്വൽ ആണ്. P1 V1 is equal to P2 V2. അപ്പൊ ടെമ്പറേച്ചർ ഈക്വൽ ആണ്, T1 is equal to T2. ഇതിങ്ങനെ ആദ്യമേ നമുക്ക് പറയാം, പ്രഷറും വോളിയവും ഈക്വൽ ആണെങ്കിൽ ടെമ്പറേച്ചറും ഈക്വൽ ആയിരിക്കും അല്ലെ? അപ്പോൾ ഇനിഷ്യൽ ടെമ്പറേച്ചറും ഫൈനൽ ടെമ്പറേച്ചറും ഈക്വൽ ആണ്. അതിന്റെ ഇനിഷ്യൽ ടെമ്പറേച്ചറിലേക്ക് ഇപ്പോൾ പ്രഷർ വോളിയം ടെമ്പറേച്ചർ തിരിച്ചെത്താം. അപ്പോൾ ഒരു സൈക്ലിക് പ്രോസസ് ആയിട്ട് പറയാം നമുക്ക് അതിന്, ഇനിഷ്യൽ സ്റ്റേറ്റിലേക്ക് തിരിച്ചെത്തുകയാണ്. അപ്പോൾ T1 is equal to T2 ആണെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് പറയാം ടോട്ടൽ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഡ്യൂറിംഗ് ദി പ്രോസസ്. Okay, delta U is the total change in internal energy during the process. It is 0 because change in internal energy it is 0 if the temperature doesn't change. So delta U is equal to 0. അപ്പോൾ അങ്ങനെയാണെങ്കിൽ according to first law of thermodynamics delta Q is equal to delta U plus delta W. ഇവിടെ delta U 0 ആണ്. So delta Q is equal to delta W. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ? delta Q is equal to delta W. നമുക്ക് സ്വന്തമായിട്ട് ആലോചിച്ച് ചെയ്യാൻ ഒരുപാട് സമയമൊന്നും എടുക്കാത്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. ദാറ്റ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 50. ഓപ്ഷൻ ഏതാണ്? എ. അടുത്ത 51. The RMS speed of a gas having diatomic molecules at temperature T is 200 meter per second. If the temperature is increased to 4T and the molecules dissociate into monoatomic atoms, then the RMS speed. But what is the expression for RMS speed? RMS speed and the expression namakkariyam. RMS speed is equal to root of 3RT by m അല്ലെങ്കിൽ root of 3kT by small m, where m is the mass of each molecule. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്? അപ്പോൾ വി ക്യാൻ രണ്ടാമത്തെ കേസിൽ V dash is equal to root of 3k into ടെമ്പറേച്ചർ എത്രയായി? 4 times ആയി, 4T ആയി. നമ്മുടെ മോളിക്യൂൾ ഡിസോസിയേറ്റ് ചെയ്ത് മോണോ അറ്റോമിക് ആറ്റംസ് ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ഒരു എമ്മിന് പകരം അവിടെ വരുന്ന ഒരു എൻറ്റിറ്റിയുടെ മാസ് എന്ന് പറഞ്ഞാൽ m/2 ആണ്. ശരിയല്ലേ? m/2 ആണ്. സോ ഹിയർ ഇറ്റ് വിൽ ബി m/2. ആ 2 മോളിൽ പോകും. സോ വാട്ട് വി ഹാവ് ഇസ് root of 3kT by m into root of 8 എന്ന് വരും. അപ്പോൾ ആ 8ന് നമുക്ക് root 8ന് നമുക്ക് എന്തെന്ന് എടുക്കാം? 2√2 എന്ന് എടുക്കാം. 2√2 into root of 3kT divided by m. ശരിയല്ലേ? root of 3kT divided by m. അതായത് 2√2 times the old velocity. 2√2 times the old velocity. Old velocity എത്രയാണ്? 200 ആണ്. So 2√2 into 200, that is 400 √2. Okay, 400 √2 meter per second. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ഇ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ദാറ്റ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 51. ആൻസർ ഓപ്ഷൻ ഇ. ഓക്കെ, അടുത്തത് 52.
A metallic bullet with an initial velocity of 500 meter per second penetrates a solid object and melts. ഓക്കെ, ഒരു ബുള്ളറ്റ് ഒരു സോളിഡ് ഒബ്ജക്റ്റിനകത്തേക്ക് കയറി മെൽറ്റ് ചെയ്തു. ആ കൈനറ്റിക് എനർജിയുടെ കുറച്ച് ഭാഗം ഹീറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തു, മെൽറ്റ് ചെയ്തു. ഇഫ് ദ ഇനിഷ്യൽ ടെമ്പറേച്ചർ ഓഫ് ദ ബുള്ളറ്റ് ഇസ് 30 ഡിഗ്രി സെൽഷ്യസ്, മെൽറ്റിംഗ് പോയിന്റ് ഇസ് 280, റേഷ്യോ ഓഫ് ടോട്ടൽ ഹീറ്റ് ജനറേറ്റഡ് ടു ദി ഇനിഷ്യൽ കൈനറ്റിക് എനർജി ഓഫ് ദ ബുള്ളറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ വേണ്ടത്? വാട്ട് വി നീഡ് ഇസ് റേഷ്യോ ഓഫ് ഹീറ്റ് ജനറേറ്റഡ് ബൈ ഇനിഷ്യൽ കൈനറ്റിക് എനർജി ഓഫ് ദ ബുള്ളറ്റ്. അപ്പോൾ ഹീറ്റ് ജനറേറ്റഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ബുള്ളറ്റ് ആദ്യം അതിന്റെ ടെമ്പറേച്ചർ 30 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 280ലേക്ക് പോയി, അത് മെൽറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ 30 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 280ലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിന് റിലീസ് ചെയ്ത ഹീറ്റ് MS ഡെൽറ്റ ടി ആണ്. പ്ലസ് അത് മെൽറ്റ് ചെയ്യുന്നുണ്ട്. മെൽറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഹീറ്റ് എത്രയാണ്? മാസ് ഇൻറ്റു ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ, ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഡിവൈഡഡ് ബൈ കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി എത്രയാണ്? 12 mv², അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് M ക്യാൻസൽ ആകും. അപ്പോൾ ഈ 2 നമുക്ക് മുകളിലേക്ക് കൊണ്ടുപോകാം. 2 ഇൻറ്റു S ഡെൽറ്റ ടി, സ്പെസിഫിക് ഹീറ്റ് എത്രയാണ്? 200 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. സോ 2 × 10⁻². ടെമ്പറേച്ചർ ചേഞ്ച് എത്രയാണ്? 30ൽ നിന്ന് 280ലേക്ക് പോയി, അപ്പോൾ ടെമ്പറേച്ചർ ചേഞ്ച് 250 ആണ്. പ്ലസ് ലേറ്റന്റ് ഹീറ്റ് 3 × 10⁻⁴ അല്ലേ. യെസ്, ഡിവൈഡഡ് ബൈ V². V² എത്രയാണ്? 500ന്റെ സ്ക്വയർ ആണ്, 25 × 10⁻⁴. So what we have is 2 into 250 into 2 is 500. 500 into 10⁻² is 5 into 10⁻⁴ plus 3 into 10⁻⁴. That is 8 into 10⁻⁴. Divided by 25 into 10⁻⁴. So what we have is 16 divided by 25. 16 by 25 എന്ന് പറയുമ്പോൾ 64 by 100 ആണ്, 0.64. 0.64 ഏതാ? 0.64. It is option E, question number 52 അല്ലേ. Question number 52, option E. അടുത്തതിലേക്ക് വരാം. Let's look at question number 53. Identify the type of electromagnetic wave which is produced using klystron or magnetron valve. ഇത് നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൽ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുന്ന ഒരു സംഗതി തന്നെയാണ്. അതായത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ള മെത്തേഡ്സ്. അപ്പോൾ ക്ലൈസ്ട്രോൺ ഓർ മാഗ്നട്രോൺ വാൽവ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ്? മൈക്രോവേവ്സ് ആണ് ക്ലൈസ്ട്രോൺ അല്ലെങ്കിൽ മാഗ്നട്രോൺ വാൽവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. ഓക്കെ, സോ ദാറ്റ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 53. Let's look at question number 54. 54ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. Okay, question number 54. A long wire carrying a current of 5 ampere lies along the positive z axis. The magnetic field at a point with position vector എത്രയാണ്? I cap plus 2 j cap plus 2. ഇതാണ് x axis, ഇതാണ് y axis. അപ്പോൾ നമുക്ക് എവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡാണ് വേണ്ടത്? 1 2 2 അല്ലേ. അപ്പൊ അവിടെ ശരിക്കും z കോർഡിനേറ്റ് ഇമ്പോർട്ടന്റ് അല്ല, ബിക്കോസ് z കോർഡിനേറ്റ് ഇസ് ദ ഡിസ്റ്റൻസ് ഓർ കോർഡിനേറ്റ് പാരലൽ ടു ദി z ആക്സിസ്. അപ്പോൾ z ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് √(x² + y²). ഇവിടെയാണ് പോയിന്റ് എങ്കിൽ, അപ്പൊ ഇതാണ് ദിസ് ഇസ് ദി പ്ലെയിൻ പാരലൽ ടു xy പ്ലെയിൻ. അപ്പൊ ഇവിടെ XYZ എന്ന് പറയുന്ന പോയിന്റ് ആണെങ്കിൽ അവിടെ x ആക്സിസ് എന്നുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? z ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? √(x² + y² ആണ്. z ആക്സിസിലുള്ള അല്ലെങ്കിൽ z ആക്സിസിൽ നിന്ന് ഉള്ള ഡിസ്റ്റൻസ് √(x² + y² ആയിരിക്കും. അപ്പോ √(x² + y² എന്ന് പറഞ്ഞാൽ √(1² + 2², ദാറ്റ് ഇസ് √5. അപ്പൊ ഈ ഡിസ്റ്റൻസ് എത്രയാണ്? ഇത് √5 ആണ് അല്ലെ. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു μ0I ഡിവൈഡഡ് ബൈ 2π into √5. μ0 by 2π is 2 into 10⁻⁻⁷. Current എത്രയാണ്? Current is given as 5 ampere divided by √5. So 5 by √5 ആണ്. So what we have is 2√5 into 10⁻⁻⁷. 2√5 into 10⁻⁻⁷ ഓപ്ഷനിലുണ്ടല്ലോ. It is there in option A. Question number 54 ആൻസർ വരുന്നത് ഓപ്ഷൻ A ആണ്. ക്ലിയർ ആയെന്ന് കരുതുന്നു. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയപ്പോൾ കുറച്ച് മിക്കവാറും ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. 1-2 ക്വസ്റ്റ്യൻസ് മാത്രമേ ഡയറക്റ്റ് തിയറി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് 55-ന് ശേഷമുള്ള 55-ഉം ശേഷമുള്ള ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാനായിട്ട് ഉല്ലാസ് സാർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ സാറിന് മൈക്ക് കൈമാറാണ്. ഓക്കെ, താങ്ക് യു. ഹായ് സ്റ്റുഡൻസ്, അപ്പോൾ എല്ലാവരും എക്സാം ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുമെന്നറിയാം. അപ്പം ക്വസ്റ്റ്യൻ ലേശം അത്യാവശ്യം ആവറേജ് ക്വസ്റ്റ്യൻ എന്ന് പറയാൻ പറ്റത്തില്ല, എബോവ് ആവറേജ് ക്വസ്റ്റ്യൻ എന്നേ പറയാൻ പറ്റത്തുള്ളൂ. കാര്യം എല്ലാ ക്വസ്റ്റ്യൻസും ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻസും ഒരു 90% ക്വസ്റ്റ്യൻസും ചെയ്ത് കഴിഞ്ഞാൽ നല്ലോണം ചെയ്തു നോക്കാനുള്ള ക്വസ്റ്റ്യൻസാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് കണ്ട് ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട. ഓക്കെ, എക്സാം പാടാവുന്നതനുസരിച്ച് നിങ്ങൾക്ക് റാങ്ക് കിട്ടാനുള്ള പോസിബിലിറ്റീസും കൂടുതലായിരിക്കും. കാര്യം കോമ്പറ്റീഷൻ അത്രത്തോളം കുറയാം. ഒന്നും പഠിക്കാത്തവർക്ക് എന്താണ്
അത്രത്തോളം ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ അല്ല. അപ്പം ആവറേജ് ആയിട്ടും എബോവ് ആവറേജ് ആയിട്ടും ഉള്ളവർക്കെല്ലാം നല്ല റാങ്ക് കിട്ടാൻ പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ എക്സാം ടഫ് ആയതുകൊണ്ടുള്ള ഗുണം അതാണ്. എക്സാം ഈസി ആണെങ്കിൽ കോമ്പറ്റീഷൻ ഭയങ്കര കൂടുതലായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ക്വസ്റ്റനിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ 55th ക്വസ്റ്റൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സയന്റിഫിക് പ്രിൻസിപ്പിൾ ഈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് അൾട്രാ ഹൈ മാഗ്നറ്റിക് ഫീൽഡ്? ഓക്കെ മക്കളെ, ഇതില നമുക്ക് എടുക്കാൻ പറ്റുന്ന ആൻസർ എന്ന് പറയുന്നത്, ഇതൊരു തിയറി ടൈപ്പ് ക്വസ്റ്റൻ ആണ്. എടുക്കാൻ പറ്റുന്ന ആൻസർ എന്ന് പറയുന്നത് സൂപ്പർ കണ്ടക്ടിവിറ്റി എന്നാണ്. അപ്പോൾ ഓപ്ഷൻ നമുക്ക് ഏതെടുക്കാം മക്കളെ? ഓപ്ഷൻ ഇ എടുക്കാം. 55th ക്വസ്റ്റിന്റെ ഓപ്ഷൻ ഇ എടുക്കാം. അപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റുന്ന ആൻസർ എന്ന് പറയുന്നത് സൂപ്പർ കണ്ടക്ടിവിറ്റിയാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ സൂപ്പർ കണ്ടക്ടേഴ്സിലെ റെസിസ്റ്റൻസ് മിനിമം ആയതുകൊണ്ട് തന്നെ കറണ്ട് എന്ന് പറയുന്ന മാക്സിമം ആയിരിക്കും. അപ്പോൾ മാക്സിമം കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ആകുമ്പോൾ അവന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന മാഗ്നറ്റിക് ഫീൽഡും വളരെ ഹൈ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ എ ലേസർ ബീം വിത്ത് ആൻ എനർജി ഫ്ലക്സ് ഓഫ് 20 വാട്ട് പെർ സെന്റിമീറ്റർ സ്ക്വയർ. പറോക്കളെ, അപ്പോൾ എനർജി ഫ്ലക്സ് ആണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എനർജി ഫ്ലക്സ് ആണ് അല്ലേ? അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എനർജി ഫ്ലക്സ് ആണ്. അപ്പോൾ എനർജി ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എനർജി വാട്ട് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? എനർജി ബൈ ടൈം ആണ്. എനർജി ബൈ ടൈം ഇൻറ്റു ഏരിയ എന്നാണ്. ഓക്കെ, അപ്പോൾ എനർജി ബൈ ടൈം ഇൻറ്റു ഏരിയ എന്നാണ്. ഓക്കെ, ഞാൻ തൽക്കാലം ടൈം 1 സെക്കൻഡ് ആയിട്ട് അസ്യൂം ചെയ്യും. അപ്പോൾ തൽക്കാലം ഞാൻ ടൈം എന്തായിട്ട് എടുക്കുന്നു മക്കളെ? ടൈം 1 സെക്കൻഡ് ആയിട്ട് അസ്യൂം ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇ ബൈ എ തന്നിട്ടുണ്ട്. അപ്പോൾ ഇ ബൈ എ ടൈം 1 സെക്കൻഡ് എന്ന് എടുത്താൽ സോ ദാറ്റ്സ് ഈക്വൽ ടു എത്രയാണെന്ന് കിട്ടും മക്കളെ? 20 വാട്ട് പെർ സെന്റിമീറ്റർ സ്ക്വയർ എന്നാണ്. അപ്പോൾ ബൈ സെന്റിമീറ്റർ സ്ക്വയർ വരുമ്പോൾ താഴെ 10⁻⁻⁴ വരും. അപ്പോൾ അത് മുകളിലേക്ക് വന്നാൽ എന്തെന്ന് കിട്ടും മക്കളെ? 10⁻⁴ എന്ന് വരും. ഓക്കെ, അപ്പോൾ അത് മുകളിലേക്ക് വന്നാൽ എത്രയാണെന്ന് കിട്ടും മക്കളെ? 20 × 10⁻⁴ എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ എനർജിക്ക് നമുക്ക് അസ്യൂം ചെയ്യാം 1 സെക്കൻഡിൽ n ഫോട്ടോൺസ് ആ വന്ന് വീണത്. അങ്ങനെയാണെങ്കിൽ എനർജിക്ക് എന്ത് കൊടുക്കാം മക്കളെ? n × hc/λ എന്ന് കൊടുക്കാം. n × hc/λ എന്ന് കൊടുക്കാം. ഡിവൈഡഡ് ബൈ a എന്ന് കിട്ടും. സോ ദാറ്റ്സ് ഈക്വൽ ടു 20 × 10⁻⁴ എന്ന് കിട്ടും. ആണോ? അപ്പോൾ നിങ്ങൾക്കറിയാം നോൺ റിഫ്ലക്റ്റിംഗ് സർഫസ് ആണ്. അപ്പോൾ ഒരു ഫോട്ടോൺ വന്ന് വീഴുന്നു. ഒരു ഫോട്ടോണിന്റെ മൊമെന്റം എന്ന് പറയുന്നത് എത്ര മക്കളെ? ഒരു ഫോട്ടോൺ വന്ന് വീഴുന്നു. ഒരു ഫോട്ടോണിന്റെ മൊമെന്റം h/λ ആണ്. അപ്പം 1 സെക്കൻഡിൽ n ഫോട്ടോൺ ആ വന്ന് വീഴുന്നത്. അപ്പോൾ n ഫോട്ടോണിന്റെ മൊമെന്റം nh/λ ആണ്. റീബൗണ്ട് ചെയ്യത്തില്ല. കാര്യം ഇതിനെ എന്ത് ചെയ്തെടുക്കും മക്കളെ? അബ്സോർബ് ചെയ്തെടുക്കും. അപ്പോൾ ഫൈനൽ മൊമെന്റം 0 ആണ്. ഇനിഷ്യൽ മൊമെന്റം h/λ ആണ്. അപ്പോൾ ഒരു ഫോട്ടോണിന്റെ ചേഞ്ച് ഇൻ മൊമെന്റം h/λ ആണ്. അപ്പോൾ n ഫോട്ടോണിന്റെ ചേഞ്ച് ഇൻ മൊമെന്റം nh/λ ആണ്. അപ്പോൾ നമുക്ക് വേണ്ടത് nh/λ ആണ്. ഓക്കെ, nh/λ ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു 20 × 10⁻⁴ ഇൻറ്റു എന്ത് വരും മക്കളെ? അപ്പുറത്തേക്ക് ഏരിയ വരും. താഴേക്ക് എന്ത് വരും മക്കളെ? താഴേക്ക് സി വരും. താഴേക്ക് എന്ത് വരും മക്കളെ? അപ്പുറത്തേക്ക് ഏരിയ വരും. താഴേക്ക് സി വരും. ഇനി ഇത് ആരുടെ കേസിലെയാണ്? 1 സെക്കൻഡിലെ ചേഞ്ച് ഇൻ മൊമെന്റം ആണ്. ഇത് 1 സെക്കൻഡിലെ ചേഞ്ച് ഇൻ മൊമെന്റം ആണ്. അപ്പോൾ അവർ എത്ര 30 മിനിറ്റിലെ കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് കൂടെ കൊടുക്കണം? ഇൻറ്റു 30 മിനിറ്റും കൂടെ കൊടുത്താലേ ഫൈനൽ ആൻസറിലോട്ട് എത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ ടോട്ടൽ ചേഞ്ച് ഇൻ മൊമെന്റം എടുക്കണമെങ്കിൽ ഇൻറ്റു 30 മിനിറ്റും കൂടെ കൊടുക്കേണ്ടി വരും. സോ ദാറ്റ്സ് ഈക്വൽ ടു എത്രയാണെന്ന് കിട്ടും? 20 × 10⁻⁴ ഇൻറ്റു ഏരിയ എത്രയാണെന്ന് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ ഏരിയ തന്നിട്ടുണ്ട്. ഏരിയ എത്രയാണെന്ന് തന്നിട്ടുണ്ട്? ഏരിയ എന്ന് പറയുന്നത് 30 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഏരിയ 30 × 10⁻⁴ ആണ്. ഡിവൈഡഡ് ബൈ സി എന്ന് പറഞ്ഞാൽ 3 × 10⁸ ആണ്. സോ ഇൻറ്റു 30. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് ആണ്. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര കിട്ടും മക്കളെ? 10⁻⁴ഉം 10⁻⁴ഉം ക്യാൻസൽ ആയി പോകും അല്ലേ? ഇനി എന്ത് കിട്ടും? 1 0 1 0 1 0 1 0. അപ്പോൾ അത് വെട്ടിയാൽ ഇവിടെ എത്ര കിട്ടും മക്കളെ? 10⁻⁴ എന്ന് കിട്ടും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര കിട്ടും? ഈ 3യും ക്യാൻസൽ ആയി പോയി. ബാക്കി എത്രയുണ്ട്? 6 × 3 എന്ന് പറയുന്നത് 18 ആണ്. 18 × 2 എന്ന് പറഞ്ഞാൽ 36 ആണ്. അപ്പോൾ 36/10⁻⁴ എന്ന് കിട്ടും അല്ലേ? 36/10⁻⁴ എന്ന് കിട്ടും. സോ ദാറ്റ്സ് ഈക്വൽ ടു 36 × 10⁻⁴ എന്ന് കിട്ടും. സോ ദാറ്റ്സ് ഈക്വൽ ടു 3.6 × 10⁻�3 എന്ന് കിട്ടും. അപ്പോൾ ആൻസർ നോക്കുവാണെങ്കിൽ ആൻസർ എന്ന് പറഞ്ഞാൽ 3.6 × 10⁻³ എന്ന് കിട്ടും മക്കളെ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഇതൊരു നോൺ റിഫ്ലക്റ്റിംഗ് സർഫസ് ആണ്. അപ്പോൾ ഒരു ഫോട്ടോൺ വന്ന് വീണ് കഴിഞ്ഞാൽ അതിനെ അബ്സോർബ് ചെയ്യും. ഒരു ഫോട്ടോണിന്റെ ചേഞ്ച് ഇൻ മൊമെന്റം ഒരു ഫോട്ടോണിന്റെ മൊമെന്റം h/λ ആണ്. അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ മൊമെന്റം 0 ആയിരിക്കും. അപ്പോൾ ചേഞ്ച് ഇൻ മൊമെന്റം h/λ തന്നെയാണ്. 1 സെക്കൻഡിൽ n ഫോട്ടോൺ വന്ന് വീഴുന്നു. അപ്പോൾ ചേഞ്ച് ഇൻ മൊമെന്റം n × h/λ. ഇനി എത്ര മിനിറ്റിലാണ്? 30 മിനിറ്റിലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇൻറ്റു 30 മിനിറ്റും കൂടെ കൊടുത്താൽ മതി. അപ്പോൾ ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ ആൻസർ ഏതാ മക്കളെ? ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ആൻസർ ആയിട്ട് വരുന്ന ഏതെന്ന് നോക്കുവാണെങ്കിൽ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, അടുത്തത് നമുക്ക് 57th ക്വസ്റ്റ്യനിലേക്ക് പോകാം. 57th ക്വസ്റ്റ്യൻ എ സീരീസ് LCR സർക്യൂട്ട് കൺസിസ്റ്റ് ഓഫ് വേരിയബിൾ കപ്പാസിറ്റർ കണക്റ്റഡ് ടു ആൻ ഇൻഡക്ടർ ഓഫ് ഇൻഡക്ടൻസ് 50 mH, resistor of resistance 100 ohm, AC source of angular frequency 500 radian per second, value of capacitance so that maximum current may be drawn.
maximum current may be drawn into the circuit. അപ്പോൾ സർക്യൂട്ടിലേക്ക് മാക്സിമം കറണ്ട് ഡ്രോ ചെയ്യണമെങ്കിൽ എന്ത് വരണം മക്കളെ? റെസൊണന്റ് കണ്ടീഷൻ വരണം. അപ്പോൾ റെസൊണന്റ് കണ്ടീഷന്റെ കണ്ടീഷൻ എന്താണ്? റെസൊണന്റ് ഇതിന്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ XL ഈസ് ഈക്വൽ ടു XC എന്നായിരിക്കണം. XL ഈസ് ഈക്വൽ ടു XC എന്നായിരിക്കണം. അപ്പോൾ XLന്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ L ഒമേഗയാണ്. XCയുടെ ഫോർമുല എന്ന് പറഞ്ഞാൽ 1/C ഒമേഗയാണ്. അങ്ങനെയാണെങ്കിൽ C എന്ന് പറഞ്ഞാൽ 1/ω² ഇൻറ്റു L എന്ന് വരും. അങ്ങനെയാണെങ്കിൽ C എന്ന് പറഞ്ഞാൽ 1/ω² ഇൻറ്റു L എന്ന് വരും. 1/ω എത്ര മക്കളെ? ഒമേഗ എത്ര? 500 റേഡിയൻ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ അതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒമേഗയുടെ സ്ക്വയർ 25 ആണ്. 100ന്റെ സ്ക്വയർ 10⁴ ആണ്. സോറി, ഒമേഗയുടെ അല്ല, 5ന്റെ സ്ക്വയർ 25 ആണ്. 100ന്റെ സ്ക്വയർ 10⁴ ആണ്. ഇൻറ്റു ഇൻഡക്ടൻസ്. ഇൻഡക്ടൻസ് 50 മില്ലി ഹെൻറി ആണ്. അപ്പോൾ ഇൻഡക്ടൻസ് എന്ന് പറഞ്ഞാൽ 50 മില്ലി ഹെൻറി ആണ്. അപ്പോൾ 50 ഇൻറ്റു എന്തെന്ന് പറയേണ്ടി വരും മക്കളെ? 10⁻³ എന്ന് പറയേണ്ടി വരും. അപ്പോൾ 50 ഇൻറ്റു 10⁻³ എന്ന് പറയേണ്ടി വരും. മക്കളെ അങ്ങനെയാണെങ്കിൽ ഇത് എത്ര വരും? 25 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 125 ആണ്. 25 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 125 ആണ്. ദെൻ ഇവിടെ 10⁻⁴, ഇത് 10⁻⁵, 10⁻⁻3. അപ്പോൾ ഇത് എത്രയാണെന്ന് കിട്ടും മക്കളെ? 10⁻⁵ ഇൻറ്റു 10⁻⁻3 എന്ന് പറഞ്ഞാൽ 10⁻² എന്ന് കിട്ടും. ഓക്കെ, ഇൻറ്റു 10⁻² എന്ന് കിട്ടും. മക്കളെ അങ്ങനെയാണെങ്കിൽ 1/125. ഓക്കെ, അപ്പോൾ 1/125നെ ഞാൻ ഇതിനെങ്ങനെ ഒന്ന് എഴുതിക്കോട്ടെ? 1000/125 ഇൻറ്റു 1/10² ഇൻറ്റു 1/1000. ഇങ്ങനെ എഴുതിയാൽ തെറ്റുണ്ടോ? ഞാൻ ഒരു 1000 കൊണ്ട് ഇൻറ്റൂം ചെയ്യുന്നു, 1000 കൊണ്ട് ഡിവൈഡും ചെയ്യും. ഒരു 1000 കൊണ്ട് ഇൻറ്റൂം ചെയ്യുന്നു, 1000 കൊണ്ട് ഡിവൈഡും ചെയ്യുന്നു. അപ്പോൾ ഇത് എത്ര വരും മക്കളെ? 1000/125 എന്ന് പറഞ്ഞാൽ 8 ആണ്. ഇവിടെ 10⁻⁵ വരും, മുകളിൽ പോയാൽ 10⁻⁻5 വരും. അപ്പോൾ ഇതിനെ നമുക്ക് വേണമെങ്കിൽ എഴുതാം 80 ഇൻറ്റു 10⁻⁻6 എന്ന് എഴുതാം. സോ ദ ആൻസർ വിൽ ബി വാട്ട്? സോ ദ ആൻസർ വിൽ ബി 80 മൈക്രോഫാരഡ്. അങ്ങനെയാണെങ്കിൽ ആൻസർ നോക്കുവാണെങ്കിൽ ആൻസർ എന്ന് പറഞ്ഞാൽ 80 മൈക്രോഫാരഡ് എന്ന് വരും. അപ്പോൾ ആൻസർ നോക്കുവാണെങ്കിൽ ആൻസർ എന്ന് പറഞ്ഞാൽ 80 മൈക്രോഫാരഡ് വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. കേട്ടോ? അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഓക്കെ, അടുത്ത സ്ലൈഡ്. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. എ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് പറോക്കളെ. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ 10⁻⁻4 kCal ആണ്. ഓക്കെ, ഇനി അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് തന്നിട്ടുണ്ട്. ഫോഴ്സ് എന്ന് പറയുന്നത് എത്ര മക്കളെ? എക്സർട്ട് എ ഫോഴ്സ് എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. അപ്പോൾ ഫോഴ്സ് എന്ന് പറയുന്നത് തന്നിരിക്കുന്നതെന്ന് പറയുന്നത് 4I⁻. അതായത് ഞാൻ അതിനെ എക്സ്പാൻഡ് ചെയ്തെഴുതുന്നു. അപ്പോൾ 4 ഇൻറ്റു 10⁻⁻12 I⁻ മൈനസ് 3 ഇൻറ്റു 10⁻⁻12 J⁻ എന്ന് കിട്ടും. ഓക്കെ ആണ്, 4 kCal ആണ്. അപ്പോൾ ഇവിടെ ഐയും വന്നിട്ടുണ്ട്, ഇവിടെ ജെയും വന്നിട്ടുണ്ട്. അപ്പോൾ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഐ വരണമെങ്കിൽ, ക്രോസ് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഐ വരണമെങ്കിൽ, ക്രോസ് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഐ വരണമെങ്കിൽ എന്ത് വേണം മക്കളെ? I ക്രോസ് ജെ ക്രോസ് കെ ആണ് ഐ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? ഒരു ജെ കമ്പണന്റ് വേണം. വെലോസിറ്റിക്ക് എന്ത് വേണം മക്കളെ? ഒരു ജെ കമ്പണന്റ് വേണം. അപ്പോൾ അതിനെ ഞാൻ VY J⁻ എന്ന് എഴുതും. ഓക്കെ ആണോ? കാര്യം ജെ ക്രോസ് കെ എടുത്താലേ എന്ത് വരത്തുള്ളൂ മക്കളെ? ഐ വരത്തുള്ളൂ. അപ്പോൾ ജെ ക്രോസ് കെ എടുത്താലേ എന്ത് വരത്തുള്ളൂ മക്കളെ? ഐ വരത്തുള്ളൂ. ഇനി എന്താ മക്കളെ വേണ്ടത്? ഇനി -J ആണ് വേണ്ടത്. -J ആണ് വേണ്ടത്. ഇനി വേണ്ടത് ആരാണ്? -J ആണ് വരേണ്ടത്. അപ്പം -J വരണമെങ്കിൽ എന്ത് വരണം മക്കളെ? I ക്രോസ് കെ വരണം. I ക്രോസ് കെ ആണ് -J എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്ത് വരണം മക്കളെ? വെലോസിറ്റിക്ക് ഒരു ഐ കമ്പണന്റും കൂടെ വരണം. ഓക്കെ, അപ്പോൾ വെലോസിറ്റിക്ക് ഒരു ഐ കമ്പോണന്റ് കൂടെ വരണം. അപ്പോൾ വെലോസിറ്റിക്ക് ഒരു ഐ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ അലോങ് എക്സ് ആക്സിലെ കമ്പോണന്റ്. അങ്ങനെയാണെങ്കിൽ ദാ നോക്കി, ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് എത്ര കിട്ടും? 10⁻⁻9 ഇൻറ്റു VX ഇൻറ്റു പറ I ക്രോസ് കെ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? -J ആണ്. ഇനി ഇൻറ്റു ആര് കിടപ്പുണ്ട്? ഇൻറ്റു 10⁻⁻4 കിടപ്പുണ്ട്. ദെൻ ഇവിടെ ആര് കിടപ്പുണ്ട്? -J കിടപ്പുണ്ട്. പ്ലസ് 10⁻⁹ ഇൻറ്റു പിന്നെ ആര് കിടപ്പുണ്ട്? VY കിടപ്പുണ്ട്. പിന്നെ ആര് കിടപ്പുണ്ട്? 10⁻⁴ കിടപ്പുണ്ട്. J ക്രോസ് കെ എന്ന് പറഞ്ഞാൽ ആരാ മക്കളെ? J ക്രോസ് കെ എന്ന് പറഞ്ഞാൽ ഐ ആണ്. J ക്രോസ് കെ എന്ന് പറഞ്ഞാൽ ഐ ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു 4 ഇൻറ്റു 10⁻⁻12 I⁻ മൈനസ് 3 ഇൻറ്റു 10⁻⁻12 J⁻.
അപ്പോൾ ജെയുടെ കോഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യാം. ഇവിടെ ജെയുടെ കോഫിഷ്യന്റ് ഇതാണ്, ഇവിടെ ജെയുടെ കോഫിഷ്യന്റ് ഇതാണ്. അപ്പോൾ 10⁻⁻9 ഇൻറ്റു വി എക്സ് ഇൻറ്റു 10⁻⁻4 എന്ന് പറയുന്നത് 3 ഇൻറ്റു 10⁻⁻12 ആണ്. ഓക്കെ ആണോ? അപ്പോൾ ഇത് ചെയ്ത് നോക്കിയാൽ ഇത് 10⁻⁻13 ആണ്. 10⁻⁻12 ആയിട്ട് വെട്ടിയാൽ 10⁻⁻1 വരും, 1/10 വരും. അപ്പോൾ വി എക്സ് ചെയ്ത് നോക്കിയാൽ വി എക്സ് എന്ന് പറയുന്ന 30 എന്ന് വരും. ഓക്കെ, ഇനി ആരുടെ കമ്പോണൻസ് ഇക്വേറ്റ് ചെയ്യാം? ഐയുടെ കമ്പോണൻസ് കോഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഐയുടെ കോഫിഷ്യന്റ് ഇതാണ്, ഇവിടെ ഐയുടെ കോഫിഷ്യന്റ് ഇതാണ്. സോ വാട്ട് വി ക്യാൻ സേ 10⁻⁹ ഇൻറ്റു 10⁻⁻9 ഇൻറ്റു 10⁻⁻4 ഇൻറ്റു വി വൈ ഈസ് ഈക്വൽ ടു എത്ര എന്ന് കിട്ടും മക്കളെ? 4 ഇൻറ്റു 10⁻⁻12 എന്ന് കിട്ടും. അപ്പോൾ 4 ഇൻറ്റു 10⁻⁻12 എന്ന് കിട്ടും. അപ്പോൾ ഇത് അറേഞ്ച് ചെയ്താൽ വി വൈ ഈസ് ഈക്വൽ ടു 40 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ വി വൈ ഈസ് ഈക്വൽ ടു 40 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് വി വെക്ടർ ആണ് വേണ്ടത്. വി വെക്ടർ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് വി എക്സ് സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയർ ആണ്. അപ്പോൾ റൂട്ട് ഓഫ് 40 സ്ക്വയർ പ്ലസ് 30 സ്ക്വയർ ആണ്. സോ ദാറ്റ് വിൽ ബി വാട്ട്? ദാറ്റ് വിൽ ബി ഈക്വൽ ടു 50. ഇറ്റ് വിൽ ബി റൂട്ട് ഓഫ് 30 സ്ക്വയർ പ്ലസ് 40 സ്ക്വയർ ആണ്. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു വാട്ട്? ദാറ്റ് വിൽ ബി ഈക്വൽ ടു 50. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി എന്ന് വരും. അപ്പോൾ ആ ക്വസ്റ്റൻ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി എന്ന് വരും. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കും. ഓക്കെ ആണ്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. എ സിമ്പിൾ പെൻഡുലം എക്സ്പെരിമെന്റ് ഈസ് പെർഫോംഡ് ഫോർ ദ വാല്യൂ ഓഫ് ജി, ദ ആക്സിലറേഷൻ ഡ്യൂ ടു എർത്ത് ഗ്രാവിറ്റി. ദ മെഷർഡ് വാല്യൂ ഓഫ് ലെങ്ത് ഓഫ് ദ പെൻഡുലം ഈസ് 25 centimeter with an accuracy of 1 millimeter. Measured time for 100 oscillation is found to be 100 seconds with an accuracy of 1 second. The percentage uncertainty in the determination of G. അപ്പോൾ ജിയുടെ ഫോർമുല എല്ലാവർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന ഫോർമുലയാണ്. G is equal to 4π² into L/T² എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഡെൽറ്റ ജി ബൈ ജി ഇൻറ്റു 100 എന്ന് പറയുന്നത്, ഡെൽറ്റ ജി ബൈ ജി ഇൻറ്റു 100 എന്ന് പറയുന്നത് എന്തെന്ന് പറയാം മക്കളെ? ഡെൽറ്റ എൽ ബൈ എൽ ഇൻറ്റു പ്ലസ് 2 ഇൻറ്റു ഡെൽറ്റ ടി ബൈ ടി ഇൻറ്റു 100 ആണ്. 2 ഇൻറ്റു ഡെൽറ്റ ടി ബൈ ടി ഇൻറ്റു 100 ആണ്. ഓക്കെ, അപ്പോൾ ഡെൽറ്റ എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എററിലെ അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ 1 millimeter ആണ്. എററിലെ അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ 1 millimeter ആണ്. ലെങ്ത് 25 centimeter ആണ്. സോ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് 250 millimeter. ലെങ്ത് 25 centimeter ആണ്. ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് 250 millimeter. 2 ഇൻറ്റു ഇനി പറോക്കളെ ടൈം പീരിയഡ് മെഷർമെന്റിൽ വരാൻ സാധ്യതയുള്ള എറർ 1 സെക്കൻഡ് ആണ്. പക്ഷെ 100 ഓസിലേഷൻ എടുക്കുമ്പോഴാണ് 1 സെക്കൻഡിൽ എറർ വരുന്നത്. 100 ഓസിലേഷൻ എടുക്കുമ്പോഴാണ് 1 സെക്കൻഡ് എറർ വരുന്നത്. അപ്പോൾ ഒരു ഓസിലേഷൻ എടുക്കുമ്പോൾ എത്ര എററേ വരുന്നുള്ളൂ മക്കളെ? 1/100 എററേ വരുന്നുള്ളൂ. അപ്പോൾ ടൈം പീരിയഡിലെ എറർ എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ചിന്തിക്കണം 1/100 ആണ്. 100 ഓസിലേഷൻ എടുക്കുമ്പോഴാണ് 1 സെക്കൻഡ് എറർ വരുന്നത്. അപ്പോൾ ഒരു ഓസിലേഷനിൽ 1/100 എററേ വരുന്നുള്ളൂ. ഓക്കെ, ഡിവൈഡ് ബൈ ടൈം പീരിയഡ് എത്ര മക്കളെ? 100 ഓസിലേഷൻ എടുത്ത ടൈമാണ് 100 സെക്കൻഡ്. അപ്പോൾ ഒരു ഓസിലേഷൻ എടുത്ത ടൈം എത്ര മക്കളെ? 1 സെക്കൻഡ് ആണ്. ഇൻറ്റു എന്തെന്ന് കിട്ടും മക്കളെ? ഇൻറ്റു 100 എന്ന് കിട്ടും. ഓക്കെ, സോ ദാറ്റ്സ് ഈക്വൽ ടു, ഇതിനെ നമുക്ക് എല്ലാത്തിൻ്റെ ഡിനോമിനേറ്റർ എന്താക്കാം മക്കളെ? 1000 ആക്കാം. 1000 ആക്കണമെങ്കിൽ ഇവിടെ 4 കൊണ്ട് ഇൻറ്റു ചെയ്യണം. ഇവിടെ 1000 ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 10 കൊണ്ടാണ് ഇൻറ്റു ചെയ്യേണ്ടത്. അപ്പോൾ 2 ഇൻറ്റു 10 എത്ര എന്ന് വരും മക്കളെ? 20 എന്ന് വരും. ഇൻറ്റു 100 എന്ന് വരും. അപ്പോൾ 2 0 ക്യാൻസൽ ആയി പോകും. അപ്പോൾ ദാറ്റ്സ് ഈക്വൽ ടു 24/10 എന്ന് വരും. അപ്പോൾ 24/10 എന്ന് പറഞ്ഞാൽ ആരാ മക്കളെ? 24/10 എന്ന് പറഞ്ഞാൽ 2.4 ആണ്. അപ്പോൾ ആ ക്വസ്റ്റൻ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി എന്ന് വരും. അപ്പോൾ ആ ക്വസ്റ്റൻ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി എന്ന് വരും. ഓക്കെ ആണോ? അപ്പോൾ ആ ക്വസ്റ്റൻ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി എന്ന് വരും. ഓക്കെ, അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ കോമ്പിനേഷൻ ഓഫ് 2 ചാർജസ്. എ കോമ്പിനേഷൻ ഓഫ് 2 ചാർജസ് ആരൊക്കെയാ മക്കളെ? +1 നാനോകൂളം ആൻഡ് -1 നാനോകൂളം ആർ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ഓഫ് 1 micrometer. This constituted electric dipole is placed in an electric field of 1000 volt per meter. 1000 volt per meter. Okay. At an angle 45 degree. Torque and potential energy. അപ്പോൾ ടോർക്കിന്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ പി ഇൻറ്റു സൈൻ തീറ്റ ആണ്. പി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? മാഗ്നിറ്റ്യൂഡ് ഓഫ് വൺ ഓഫ് ദ ചാർജ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് വൺ ഓഫ് ദ ചാർജ് 1 നാനോകൂളംബ് ആണ്. 1 നാനോകൂളംബ് എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 10⁻⁻9 ആണ്. ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ചാർജസ് എന്ന് പറഞ്ഞാൽ 1 മൈക്രോമീറ്റർ ആണ്. 1 മൈക്രോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁻6 ആണ്. ഓക്കെ, അപ്പോൾ എന്താ? മാഗ്നിറ്റ്യൂഡ് ഓഫ് വൺ ഓഫ് ദ ചാർജ് 1 ഇൻറ്റു 10⁻⁻9 ആണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ചാർജ് 1 മൈക്രോമീറ്റർ ആണ്. ദാറ്റ് ഈസ് 10⁻⁻6 ആണ്. ഇലക്ട്രിക് ഫീൽഡ് എത്ര തന്നിട്ടുണ്ട് മക്കളെ? ഇലക്ട്രിക് ഫീൽഡ് 1000 ആണ്. സൈൻ തീറ്റ 1/√2. സൈൻ 45 ആണ്. ദാറ്റ് വിൽ ബി 1/√2. അപ്പോൾ ഇത് ചെയ്ത് നോക്കുവാണെങ്കിൽ എന്ത് കിട്ടും മക്കളെ? ഇവിടെ ഒരു 1000 10⁻⁻6 വെട്ടിയാൽ 10⁻³ ആകും. 10⁻⁻9 ഇൻറ്റു 10⁻³ എന്ന് പറഞ്ഞാൽ 10⁻⁻12 ആണ്. സോ ഇൻറ്റു 1/√2 ആണ്. അപ്പോൾ ടോർക്ക് കിട്ടി. ടോർക്ക് എന്ന് പറഞ്ഞാൽ 1/√2 ഇൻറ്റു 10⁻⁻12 ആണ്. മക്കളെ പൊട്ടൻഷ്യൽ ജിയുടെ ഫോർമുല അത് തന്നെയാണ്. -P cos θ ആണ്. ഇവിടെ ഒരു ഓപ്ഷനിൽ മൈനസ് കാണാത്ത സ്ഥിതിക്ക് നമ്മൾ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്താൽ മതി. ഒരു ഓപ്ഷനിൽ മൈനസ് കാണാത്ത സ്ഥിതിക്ക് നമ്മൾ എന്ത് മാത്രം എടുത്താൽ മതി? മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്താൽ മതി.
അപ്പോൾ ഇവിടെ ഇത് തന്നെയാണ് ആൻസർ. കാര്യം എന്താ, തീറ്റ 45 ആണ്. അപ്പോൾ സൈൻ 45നും കോസ് 45നും ഒരേ വാല്യൂ ആണ്, ബാക്കി പി ആണ്. അപ്പോൾ അതേ ആൻസർ തന്നെ കിട്ടും. അപ്പോൾ അതേ ആൻസർ വരുന്നത് ഏത് ഓപ്ഷൻ ആ മക്കളെ? അതേ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. അപ്പോൾ 60th ക്വസ്റ്റൻ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. കാര്യം പിടികിട്ടിയോ? 60th ക്വസ്റ്റൻ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. മക്കളെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ എ കറന്റ് ക്യാരിങ് കോയിൽ ഓഫ് ഇൻഡക്ടൻസ് 60 മില്ലി ഹെൻറി. ഓക്കെ, അപ്പോൾ ഒരാളുടെ ഇൻഡക്ടൻസ് തന്നിട്ടുണ്ട്. ഇൻഡക്ടൻസ് എന്ന് പറഞ്ഞാൽ 60 മില്ലി ഹെൻറി ആണ്, അഥവാ 6 × 10⁻³ ഹെൻറി ആണ്, അഥവാ 60 × 10⁻³ ഹെൻറി ആണ്. കറന്റ് ഈസ് ചേഞ്ച്ഡ് ഫ്രം 2.5 ആംപിയർ ഇൻ വൺ ഡയറക്ഷൻ ടു 2.5 ആംപിയർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഇൻ 0.1 സെക്കൻഡ്. ദ ആവറേജ് ഇൻഡ്യൂസ്ഡ് EMF ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈയുടെ ആവറേജ് വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഈയുടെ ആവറേജ് വാല്യൂ ഞാൻ മാഗ്നിറ്റ്യൂഡ് എടുക്കുന്നുള്ളൂ, ഇവിടെയും സൈൻ ഒന്നുമില്ല, മാഗ്നിറ്റ്യൂഡ് എടുക്കുന്നുള്ളൂ. ദാറ്റ് വിൽ ബി L × Δ I/Δ T ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു L × Δ I/Δ T ആണ്. അപ്പോൾ L എന്ന് പറഞ്ഞാൽ 60 × 10⁻³ ആണ്. Δ I എന്ന് പറഞ്ഞാൽ 2.5 ആംപിയർ ഒരു ഡയറക്ഷനിൽ പോയിക്കൊണ്ടിരുന്നു, 2.5 ആംപിയർ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായാൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ 2.5 - 2.5 എന്ന് വരും. ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ എന്ന് പറഞ്ഞാൽ 0.1 ആണ്. 0.1 നമുക്ക് 1/10 എന്ന് എടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 60 ഇൻറ്റു, അപ്പോൾ ഇത് 10 അങ്ങ് മുകളിൽ ചെന്നാൽ 600 ആകും. 600 × 10⁻³ ഇൻറ്റു എന്തെന്ന് കിട്ടും മക്കളെ? 5 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 6 × 5 30 ആണ്. അപ്പം 3000 × 10⁻³ എന്ന് കിട്ടും. സോ ദാറ്റ്സ് ഈക്വൽ ടു എത്ര എന്ന് കിട്ടും മക്കളെ? 3 വോൾട്ട് എന്ന് കിട്ടും. സോ ആവറേജ് ഇൻഡ്യൂസ്ഡ് EMF ഇൻ ദിസ് കേസ് എന്ന് പറയുന്നത്, ആവറേജ് ഇൻഡ്യൂസ്ഡ് EMF ഇൻ ദിസ് കേസ് എന്ന് പറയുന്നത് 3 വോൾട്ട് എന്ന് കിട്ടും. അപ്പോൾ ആവറേജ് EMF ഇൻഡ്യൂസ്ഡ് ഇൻ ദിസ് കേസ് എന്ന് പറയുന്നത് എത്ര വോൾട്ട് എന്ന് കിട്ടും മക്കളെ? 3 വോൾട്ട് എന്ന് കിട്ടും. അപ്പോൾ ഈ ക്വസ്റ്റൻ ആൻസർ ഓപ്ഷൻ സി ആണ്. ഈ ക്വസ്റ്റൻ ആൻസർ ഓപ്ഷൻ സി ആണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റൻ എന്ന് പറയുന്നത് എ കറന്റ് ക്യാരിങ് ലോങ് സോളിനോയിഡ് ഈസ് ഫോംഡ് ബൈ വൈൻഡിങ് 200 turns per centimeter. അപ്പോൾ ഈ തന്നിരിക്കുന്ന എന്താ മക്കളെ? ഈ തന്നിരിക്കുന്ന സ്മോൾ എൻ ആണ്. ഈ തന്നിരിക്കുന്ന സ്മോൾ എൻ ആണ് അല്ലേ? ഇഫ് ദ നമ്പർ ഓഫ് ടേൺസ് പെർ സെന്റിമീറ്റർ ഈസ് ഇൻക്രീസ്ഡ് ടു 201, ഇഫ് ദ നമ്പർ ഓഫ് ടേൺസ് പെർ ടേൺ ഈസ് ഇൻക്രീസ്ഡ് ടു വാട്ട്? 201, keeping the current constant, magnetic field inside the solenoid. പറോക്കളെ, അപ്പോൾ ഒരു സോളിനോയിഡിന് ഇൻസൈഡ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ μ0 NI ആണ്. അങ്ങനെയാണെങ്കിൽ ഇനിഷ്യലി കറണ്ട് ചേഞ്ച് ചെയ്യുന്നില്ല. ഇനിഷ്യലി എന്നിന്റെ വാല്യൂ 200 ആണ്. അപ്പോൾ എന്നിന്റെ വാല്യൂ 200 ആണ്. അപ്പോൾ 200 × I എന്ന് വരും. ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ദ ഫൈനൽ കേസ് വിൽ ബി വാട്ട്? μ0 × എന്തെന്ന് കിട്ടും മക്കളെ? 201 × I എന്ന് കിട്ടും. കാര്യം നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് 200-ൽ നിന്ന് 201-ലേക്ക് മാറ്റി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? ഡെൽറ്റ B/B, അതിന്റെ പെർസെൻറ്റേജ് ചേഞ്ച് ആ വേണ്ടത്. അപ്പോൾ ഡെൽറ്റ B/B × 100 ആണ് വേണ്ടത്. അപ്പോൾ ഡെൽറ്റ B എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡിഫറൻസ് എത്ര വരും മക്കളെ? ഇതിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ μ0 I × 1 എന്ന് വരും. ഇതിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ μ0 I × 1 എന്ന് വരും. ഡിവൈഡഡ് ബൈ ഒറിജിനൽ വാല്യൂ എത്ര ആയിരുന്നു? ഒറിജിനൽ വാല്യൂ എന്ന് പറഞ്ഞാൽ μ0 × 200 × I എന്ന് വരും. ഇൻറ്റു എന്തെന്ന് വരും മക്കളെ? 100 എന്ന് വരും. μ0 ക്യാൻസൽ ആകും, ഐയും ക്യാൻസൽ ആകും. 1/200 × 100 എന്ന് വരും. സോ ദാറ്റ്സ് ഈക്വൽ ടു 1/2 ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു 0.5 ആണ്. അപ്പോൾ ആ ക്വസ്റ്റൻ ആൻസർ 0.5% എന്നാണ് വരുന്നത്. അപ്പോൾ ആ ക്വസ്റ്റൻ ആൻസർ എത്ര മക്കളെ വരുന്നത്? 0.5% എന്നാണ് വരുന്നത്. കാര്യം പിടികിട്ടിയോ? അപ്പോൾ ആ ക്വസ്റ്റൻ ആൻസർ 0.5% എന്നാണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ 64th ക്വസ്റ്റൻ ആണ്. A metallic cylindrical wire A has length 10 cm, radius 3 mm. Another hollow cylindrical wire B of same metal has, same metal ആണ്, അപ്പോൾ റെസിസ്റ്റിവിറ്റി സെയിം ആണ്, ലെങ്ത് 10 cm തന്നെയാണ്. ഇന്നർ റേഡിയസ് 3ഉം ഔട്ടർ റേഡിയസ് 4ഉം മില്ലിമീറ്റർ ആണ്. ദെൻ റെസിസ്റ്റൻസ് ഓഫ് വയർ, അപ്പം ഞാൻ എ എന്ന് പറയുന്ന വയറിന്റെ റെസിസ്റ്റൻസ് നമുക്കറിയാം റോ ഇൻറ്റു എൽ എത്ര മക്കളെ? എൽ എന്ന് പറയുന്ന 10 ആണ്. ഞാൻ കൺവേർട്ട് ചെയ്യാനൊന്നും നിൽക്കുന്നില്ല കേട്ടോ. രണ്ട് ലെങ്ത് സെന്റിമീറ്ററിലാണ്, രണ്ട് റേഡിയസ് മില്ലിമീറ്ററിലാണ്. അപ്പോൾ അവരെന്തായാലും ക്യാൻസൽ ചെയ്ത് പോയിക്കോളും. ഞാൻ വെറുതെ കൺവേർട്ട് ചെയ്ത് നിങ്ങളെ കൺഫ്യൂഷനിലാക്കുന്നില്ല. റോ എൽ ബൈ എ എന്നാണ്. എ എത്ര മക്കളെ? πr² എന്നാണ്. ആദ്യത്തെ ഒരു സോളിഡ് സിലിണ്ടർ ആണ്. ആദ്യത്തെ വയർ ഒരു സോളിഡ് സിലിണ്ടർ ആണ്, പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ സോളിഡ് സിലിണ്ടർ ആണ്. സോ ദാറ്റ് ഈസ് π × r² ആണ്. അപ്പോൾ π × 3² ആണ്. ഇനി രണ്ടാമത്തെ കേസിൽ റെസിസ്റ്റൻസ് ഓഫ് ദ വയർ RB എന്ന് കൊടുക്കാം. സോ ദാറ്റ്സ് ഈക്വൽ ടു റോ ഇൻറ്റു, ഞാൻ വീണ്ടും പറയുന്നു, ഈ ലെങ്ത് സെന്റിമീറ്ററിലാണ്, ഈ ലെങ്ത് സെന്റിമീറ്ററിലാണ്. നമുക്ക് റേഷ്യോ ആണ് എടുക്കാൻ പോകുന്നത്. സോ ഡെഫിനറ്റ്ലി ദേ വിൽ ക്യാൻസൽ. റേഷ്യോ ആണ് എടുക്കാൻ പോകുന്നത്. സോ ഡെഫിനറ്റ്ലി ദേ വിൽ ക്യാൻസൽ. ഇന്നർ റേഡിയസ് 3 ആണ്, ഔട്ടർ റേഡിയസ് 4 ആണ്. അപ്പോൾ ഏരിയ എത്ര മാത്രമേ ഉള്ളൂ മക്കളെ? അവന്റെ ഇന്നർ റേഡിയസ് എത്ര മക്കളെ? ഇന്നർ റേഡിയസ് 3 ആണ് അല്ലേ? ഔട്ടർ റേഡിയസ് എത്ര മക്കളെ? 4 ആണ്. അപ്പോൾ ദാ നോക്ക്, ഇത്രയും സെക്ഷനിൽ മാത്രമേ അവന്റെ ഏരിയ ഉള്ളൂ അല്ലേ? അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് എത്ര എന്ന് വരും? ഏരിയ എന്ന് പറഞ്ഞാൽ π × 4² മൈനസ് π × 3² എന്ന് വരും. ഓക്കെ, അപ്പോൾ എത്ര കിട്ടും? 16π - 9π എന്ന് പറഞ്ഞാൽ 7π എന്ന് വരും.
7 പൈ എന്ന് വരും. ഓക്കെ ആണോ? ഓക്കെ. അപ്പോൾ ഇത് എത്ര വരും? 7 പൈ എന്ന് വരും. അപ്പോൾ ഇവിടെ എത്ര വരും മക്കളെ? ഇത് 3ന്റെ സ്ക്വയർ എടുത്താൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 9 ആണ്. 3ന്റെ സ്ക്വയർ എടുത്താൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു എത്രയാണ്? ദാറ്റ് വിൽ ബി ഈക്വൽ ടു 9 ആണ്. അപ്പോൾ രണ്ടും കൂടെ ഡിവൈഡ് ചെയ്താൽ മതി. റോ ക്യാൻസൽ ആയി പോകും, 10 ക്യാൻസൽ ആയി പോകും, പൈ ക്യാൻസൽ ആയി പോകും. സോ ദാറ്റ്സ് ഈക്വൽ ടു 7/9 ആണ്. അപ്പോൾ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ എന്ന് കിട്ടും. അപ്പോൾ ആ ക്വസ്റ്റൻ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ എന്ന് കിട്ടും. സോ ദാറ്റ്സ് ഈക്വൽ ടു 7/9 ആണ്. മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ സ്മോൾ ബാർ മാഗ്നറ്റ് ലൈസ് അലോങ് ദ എക്സ് ആക്സിസ്. അപ്പോൾ ഒരു ചെറിയ ബാർ മാഗ്നറ്റ് ഉണ്ട്, ഇറ്റ് ഈസ് ലൈസ് അലോങ് ദ എക്സ് ആക്സിസ് ആണ് അല്ലേ, വിത്ത് ഇറ്റ് സെന്റർ ഫിക്സ്ഡ് അറ്റ് ദ ഒറിജിൻ. അപ്പോൾ സ്മോൾ മാഗ്നറ്റ് ആയിട്ട് എടുത്താൽ മതി. ഇഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഈസ് 5 i cap. 5 i cap എന്ന് പറഞ്ഞാൽ ഇവനിൽ നിന്ന് 5 മീറ്റർ അകലെ ആണോ? അത് ഇവൻ വച്ചിരിക്കുന്നതും എക്സ് ആക്സിലാണ്, ആ പോയിന്റും എക്സ് ആക്സിലാണ്. സോ ദാറ്റ് വിൽ ബി ആക്സിയൽ ലൈൻ. അപ്പോൾ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട് 4 × 10⁻⁻⁶ ആണ്. അപ്പോൾ ആക്സിയൽ ലൈനിലെ മാഗ്നറ്റിക് ഫീൽഡ് നമുക്കറിയാം μ0/4π × 2m/d³ എന്നാണ്, അല്ലെങ്കിൽ r³ എന്നാണ്. ഇവിടെ r എന്ന് പറഞ്ഞാൽ 5 ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു 5³ സോ ദാറ്റ് ഈസ് ഗിവൺ ആസ് വാട്ട്? ദാറ്റ് ഈസ് ഗിവൺ ആസ് 4 × 10⁻⁻⁶ എന്നാണ്. അപ്പോൾ അത് 4 × 10⁻⁻⁶ എന്നാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദെൻ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് 10J എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? 10J എന്ന് പറഞ്ഞാൽ അലോങ് y ആക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആ മാഗ്നറ്റിൽ നിന്ന് 10 മീറ്റർ അകലെയുള്ള പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഏത് പോയിന്റ് ആയിട്ട് വരും? ഇക്വട്ടോറിയൽ പോയിന്റ് ആയിട്ട് വരും. ഇക്വട്ടോറിയൽ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഫോർമുല μ0/4π × m/2 ഇല്ല, അവിടെ m/ എന്താ മക്കളെ? d³ r³ എന്നാണ്. അപ്പോൾ അവിടെ r³ 10³ എന്ന് വരും. അപ്പോൾ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ബി എന്ന് എടുക്കാം, അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ 2 ഇക്വേഷൻ കൂടെ എന്ത് ചെയ്യുന്നു മക്കളെ? 2 ഇക്വേഷൻ കൂടെ ഡിവൈഡ് ചെയ്യുന്നു. ശ്രദ്ധിച്ചോണം, ഡിവൈഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോണം, ഇവിടെ ഒരു 2 കിടപ്പുണ്ട്, പണി തരരുത്. അപ്പോൾ m ക്യാൻസൽ ആയി പോയി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് 2 × പറോക്കളെ 10³ എന്ന് പറഞ്ഞാൽ 10/5 × 10/5 × 10/5. അപ്പോൾ എന്താ? 2 × 2 × 2. അപ്പോൾ എത്ര? 8. സോ ദാറ്റ്സ് ഈക്വൽ ടു 4 × 10⁻⁶/b എന്ന് കിട്ടും. അപ്പോൾ b എന്ന് പറഞ്ഞാൽ 4/16 എന്ന് വരും. b എന്ന് പറഞ്ഞാൽ 4/16 എന്ന് പറഞ്ഞാൽ 1/4 ആണ്. 1/4 × 10⁻⁶ എന്ന് വരും. 1/4 എന്ന് പറഞ്ഞാൽ 0.25 × 10⁻⁶ ആണ്. അതിനൊന്ന് സ്റ്റാൻഡേർഡ് ഫോമിൽ റെപ്രസെന്റ് ചെയ്താൽ 2.5 × 10⁻⁷ ടെസ്ല എന്ന് വരും. അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്കുണ്ടോ എന്ന് നോക്കാം. ഉണ്ട്, ഓപ്ഷൻ എ ഉണ്ട്. അപ്പോൾ ആ ക്വസ്റ്റൻ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. അപ്പോൾ ആൻസർ എത്ര വരും മക്കളെ? 2.5 × 10⁻⁷ എന്ന് വരും. ആൻഡ് ഐഡിയൽ ഗ്യാസ് ഈസ് കംപ്രസ്ഡ് ഇൻ വോളിയം ബൈ ഫാക്ടർ ഓഫ് 2. അപ്പോൾ വോളിയം 2 ടൈംസ് കുറഞ്ഞു, വൈൽ കീപ്പിംഗ് ഇറ്റ്സ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്, സ്പീഡ് ഓഫ് സൗണ്ട്. മക്കളെ അപ്പോൾ വോളിയം കുറയുമ്പോൾ പ്രഷർ മാറും. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് വിയുടെ ഫോർമുല എന്ന് പറഞ്ഞാൽ? എന്താണ് വിയുടെ ഫോർമുല എന്ന് പറഞ്ഞാൽ? V പ്രപ്പോർഷണൽ ടു √T ആണോ? അപ്പോൾ അത് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് നിന്നാൽ വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യത്തില്ല, പ്രഷറിനെയും വോളിയത്തിനെയും ഒന്നും ഡിപ്പെൻഡ് ചെയ്യത്തില്ല. അപ്പോൾ ക്വസ്റ്റനിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്, എന്ത് പറഞ്ഞിട്ടുണ്ട് മക്കളെ? ടെമ്പറേച്ചർ റിമൈൻസ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ടെമ്പറേച്ചർ മാറിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ആരും മാറത്തില്ല, വി മാറത്തില്ല. അപ്പോൾ ആൻസർ ഉറപ്പായിട്ടും ഏത് പറയേണ്ടി വരും? അൺചേഞ്ച്ഡ് എന്ന് പറയേണ്ടി വരും. ആ കൺസെപ്റ്റ് അറിയാമെങ്കിൽ മാത്രമേ ആ ക്വസ്റ്റൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. വോളിയം ചേഞ്ച് ചെയ്താൽ ഒപ്പം തന്നെ പ്രഷർ ചേഞ്ച് ചെയ്യും, കാര്യം ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയർ, അപ്പോൾ നമുക്കറിയാം V പ്രപ്പോർഷണൽ ടു √T ആണ്. T കോൺസ്റ്റന്റ് ആണെങ്കിൽ Vയും കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. അടുത്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻ ആണ്. ഇൻ ദ മാഗ്നറ്റിക് മെറിഡിയൻ ഓഫ് എ സർട്ടൺ പ്ലെയിൻ ദ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഈസ്. അപ്പോൾ എർത്തിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് തന്നിട്ടുണ്ട്. എത്രയെന്ന് തന്നിട്ടുണ്ട് മക്കളെ? 0.36 എന്ന് തന്നിട്ടുണ്ട്. ദ ഡിപ്പ് ആംഗിൾ 60 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എർത്ത് B ആണെങ്കിൽ BH നമുക്ക് എന്ത് പറയാം? B കോസ് ഡിപ്പ് ആംഗിൾ എന്ന് പറയാം. ഡിപ്പ് ആംഗിൾ എത്ര മക്കളെ? 60 ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു എത്രയാണ്? ദാറ്റ്സ് ഈക്വൽ ടു 0.36 ആണ്. കഴിഞ്ഞ ദിവസത്തിന്റെ കീ മാർക്ക് ചെയ്തായിരുന്നല്ലോ, അൺചേഞ്ച്ഡ് 66B ആണ്. സോ B cos 60 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു 0.36 ആണ്. അപ്പോൾ 2 അപ്പുറത്തേക്ക് പോയാൽ 0.36ന്റെ ഡബിൾ ആകും. 0.36ന്റെ ഡബിൾ എന്ന് പറഞ്ഞാൽ 0.72 ആണ്. യൂണിറ്റിനൊന്നും മാറ്റമില്ല, രണ്ടും ഒരേ യൂണിറ്റിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആൻസർ ഏത് വരും മക്കളെ? ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ വരും. അപ്പോൾ ആൻസർ നോക്കുവാണെങ്കിൽ ആൻസർ ഏത് വരും? ആൻസർ ഓപ്ഷൻ എ വരും. അപ്പോൾ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ വരും. 67th ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്നു മക്കളെ. ഇതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അതായത് പറഞ്ഞേ ഒത്തിരി കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ബാക്കി മെജോറിറ്റി ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാനുണ്ടായിരുന്നു. ഇത് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എ റെസിസ്റ്റൻസ് ആർ ഈസ് കണക്റ്റഡ് അക്രോസ് ആൻ ഐഡിയൽ ബാറ്ററി. അപ്പോൾ ഒരു റെസിസ്റ്റർ ഉണ്ട് അല്ലേ, ഇറ്റ് ഈസ് കണക്റ്റഡ് അക്രോസ് ആൻ ഐഡിയൽ ബാറ്ററി. അപ്പോൾ V, അപ്പോൾ ഈ കേസിലെ പവർ ആണ് ടോട്ടൽ പവർ ഡിസിപ്പേറ്റഡ് ഇൻ ദ സർക്യൂട്ട് ആണ് P എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം P ഈസ് ഈക്വൽ ടു എന്താ മക്കളെ? V² ബൈ R ആണ്.
ഓക്കെ, ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഫ് അനദർ റെസിസ്റ്റൻസ് ഈസ് ആഡഡ് ഇൻ സീരീസ് ദ ന്യൂ ടോട്ടൽ ഡിസിപ്പേറ്റഡ് പവർ എന്നാ. അപ്പോൾ ബാറ്ററി മാറിയിട്ടില്ല, ബാറ്ററി അതേ ബാറ്ററി തന്നെ ആയിരിക്കും. അപ്പോൾ ഒരു ആറിന്റെ കൂടെ സീരീസ് ആയിട്ട് ഒരു ആറും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാറ്ററി മാറിയിട്ടില്ല, അപ്പോൾ ഇപ്പോഴും ബാറ്ററി സെയിം ബാറ്ററി തന്നെയാണ്. അപ്പം EMF സെയിം അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ സെയിം തന്നെയാണ്. അപ്പോൾ ഈ കേസിലെ പവർ നമുക്ക് P' എന്ന് കൊടുക്കാം. P' ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? V² ബൈ ഓക്കെ, V² ബൈ എന്ത് കിട്ടും മക്കളെ? ഇവിടെ ഇക്വലന്റ് റെസിസ്റ്റൻസ് 2R കിട്ടും. ഇവിടെ ഇക്വലന്റ് റെസിസ്റ്റൻസ് 2R കിട്ടും. V² ബൈ R ന് P എന്ന് കൊടുക്കാം. അപ്പോൾ P' ഈസ് ഈക്വൽ ടു P/2 ആണ്. അപ്പോൾ P' ഈസ് ഈക്വൽ ടു P/2 ആണ്. അപ്പോൾ 68th ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ഡി വരും. 68th ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ഡി വരും. മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ടൊറോയിഡ്. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. എ ടൊറോയിഡ് വിത്ത് 500 tons of wire carries a current of 2 ampere. A metal ring inside the toroid provides the core and has susceptibility 2 into 10 raised to minus 5 ആണ്. If the magnetization is 5 into 10 raised to minus 2 ampere per meter, then the radius of the ring ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താ മക്കളെ ചോദിച്ചിരിക്കുന്നത്? റേഡിയസ് ഓഫ് ദ റിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം മാഗ്നറ്റൈസേഷൻ ഈസ് ഈക്വൽ ടു, നമുക്ക് ഏത് ഫോർമുല കൊടുക്കാം മക്കളെ? Chi into H എന്ന് പറയുന്ന ഫോർമുലയുണ്ട്. ഓക്കെ, മാഗ്നറ്റൈസേഷൻ ഈസ് ഈക്വൽ ടു Chi into H ആണ്. അപ്പോൾ നമുക്കറിയാം ഒരു സോളിനോയിഡിന്റെ കേസിലാണെങ്കിൽ Chi into H എന്ന് പറഞ്ഞാൽ Ni എന്ന് വന്നേനെ. ഒരു സോളിനോയിഡിന്റെ കേസിലാണെങ്കിൽ H എന്ന് പറഞ്ഞാൽ Ni എന്ന് വന്നേനെ. ഇവിടെ എന്താ മക്കളെ? Chi into N എന്ന് പറഞ്ഞാൽ ടൊറോയിഡിന്റെ കേസിലാണെങ്കിൽ N എന്ന് പറഞ്ഞാൽ N/2πr ആണ്. ഇൻറ്റു എന്തെന്ന് വരും മക്കളെ? ഇൻറ്റു I എന്ന് വരും. ഓക്കെ, ഇൻറ്റു എന്തെന്ന് വരും മക്കളെ? ഇൻറ്റു I എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഇവിടെ മാഗ്നറ്റൈസേഷൻ തന്നിട്ടുണ്ട്. മാഗ്നറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ 5 into 10 raised to minus 2 എന്ന് തന്നിട്ടുണ്ട്. 5 into 10 raised to minus 2 എന്ന് തന്നിട്ടുണ്ട്. സസെപ്റ്റബിലിറ്റി എത്രയാണെന്ന് തന്നിട്ടുണ്ട് മക്കളെ? സസെപ്റ്റബിലിറ്റി 2 into 10 raised to minus 5 എന്ന് തന്നിട്ടുണ്ട്. Then number of turns of toroid, ടൊറോയിഡിന്റെ നമ്പർ ഓഫ് ടേൺസ് എന്ന് പറഞ്ഞാൽ 500 എന്ന് തന്നിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ 2π r ആണ്. ഇൻറ്റു കറണ്ട് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? കറണ്ട് 2π ആംപിയർ എന്ന് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ആരെ ക്യാൻസൽ ആയി പോകും? 2π ക്യാൻസൽ ആയി പോകും. ഉറപ്പായിട്ടും 2π ക്യാൻസൽ ആയി പോകും. ഇനി എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും? നമുക്ക് ആറാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 500 into 2 എന്ന് പറഞ്ഞാൽ 1000 വരും. അപ്പോൾ 1000 into 10 raised to minus 5 എന്ന് പറഞ്ഞാൽ 1000 into എന്തെന്ന് വരും മക്കളെ? 10 raised to minus 5 എന്ന് വരും. ഡിവൈഡഡ് ബൈ 5 into 10 raised to minus 2 എന്ന് വരും. 5 into 10 raised to minus 2 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുവാണെങ്കിൽ ഇറ്റ് വിൽ ബി 200 into 10 raised to minus 3 എന്ന് വരും. 200 into 10 raised to minus 3 എന്ന് പറഞ്ഞാൽ 0.2 മീറ്റർ ആണ്. 0.2 മീറ്റർ വരുന്ന ആൻസർ എല്ലാം സെന്റിമീറ്ററിലാണ്. അപ്പോൾ നമുക്കറിയാം 0.2 മീറ്റർ എന്ന് പറഞ്ഞാൽ 20 സെന്റിമീറ്റർ ആണ്. 0.2 മീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആൻസർ വിൽ ബി വാട്ട്? ആൻസർ വിൽ ബി 20 സെന്റിമീറ്റർ. മക്കളെ ഇത് നല്ല ക്വസ്റ്റൻ ആണ്. നമ്മളെ ഡോപ്ലർ എഫക്റ്റിലെ ക്വസ്റ്റൻ ആണ്. എ വൈബ്രേറ്റിംഗ് ട്യൂണിംഗ് ഫോർക്ക് മൂവ് ടുവാർഡ്സ് എ സ്റ്റേഷനറി ഒബ്സർവർ ആണ്. അപ്പോൾ ലിസണർ റെസ്റ്റിലാണ്. അപ്പോൾ VL നമുക്ക് 0 എന്ന് എടുക്കാം. ആണോ? വിത്ത് എ സ്പീഡ് 50 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ സോഴ്സിന്റെ സ്പീഡാണ് തന്നിരിക്കുന്നത്. സോഴ്സ് മൂവിംഗ് ടുവാർഡ്സ് ലിസണർ ആണ്. ഹിയേഴ്സ്, അപ്പോൾ അയാൾ കേൾക്കുന്ന ഫ്രീക്വൻസി, അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അയാൾ കേൾക്കുന്ന ഫ്രീക്വൻസി അപ്പാരന്റ് ഫ്രീക്വൻസി ആണ്. അപ്പോൾ F' ആ തന്നിരിക്കുന്നത്. F' ഈസ് ഗിവൺ ആസ് വാട്ട്? F' ഈസ് ഗിവൺ ആസ് 350 Hz. അങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻസി ഓഫ് അങ്ങനെയാണെങ്കിൽ ആക്ച്വൽ ഫ്രീക്വൻസി എത്രയാണെന്നാ ചോദിച്ചിരിക്കുന്നത്. ഒരു കാര്യം കൂടെ തന്നിട്ടുണ്ട്. സ്പീഡ് ഓഫ് സൗണ്ട് നമ്മൾ V എന്നാണ് സാധാരണ കൊടുക്കാറ്. അപ്പോൾ അത് 350 എന്നും കൂടെ തന്നിട്ടുണ്ട്. അപ്പോൾ എന്താ മക്കളെ ഫോർമുല? ജനറൽ ഫോർമുല പറയുവാണെങ്കിൽ V' എന്ന് പറഞ്ഞാൽ VL 0 ആയി പോയി. അപ്പോൾ ന്യൂമറേറ്ററിൽ V മാത്രമേ ഉള്ളൂ. ഡിനോമിനേറ്ററിൽ പറ V മൈനസ് VS ആണോ പ്ലസ് VS ആണോ? സോഴ്സ് മൂവിംഗ് ടുവാർഡ്സ് ദ ലിസണർ ആണ്. അപ്പോൾ V മൈനസ് VS ആണ്. ഇൻറ്റു എന്തെന്ന് വരും മക്കളെ? F എന്ന് വരും. അപ്പോൾ നമുക്കറിയാം F' എന്ന് പറഞ്ഞാൽ 350 ആണ്. V എന്ന് പറഞ്ഞാലും 350 ആണ്. അപ്പാരന്റ് ഫ്രീക്വൻസിയും 350 ആണ്. വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എയറും 350 ആണ്. V 350 ആണ്. VS 50 ആണ്. അപ്പോൾ രണ്ടും കൂടെ കുറച്ചാൽ എത്ര വരും മക്കളെ? 300 വരും. ഇൻറ്റു F എന്ന് വരും. സിമ്പിൾ ആണ്. അപ്പോൾ 350 ക്യാൻസൽ ആയി പോകും അല്ലേ? അങ്ങനെയാണെങ്കിൽ F ഈസ് ഈക്വൽ ടു എത്ര എന്ന് കിട്ടും? F ഈസ് ഈക്വൽ ടു 300 എന്ന് കിട്ടും. അപ്പോൾ ആൻസർ ഏത് കിട്ടും മക്കളെ? ആൻസർ ഓപ്ഷൻ ഡി കിട്ടും. അപ്പോൾ ആൻസർ നോക്കുവാണെങ്കിൽ ആൻസർ ഓപ്ഷൻ ഡി കിട്ടും. മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് the road PQ slides along two parallel rails as shown in the figure. It has a length 20 cm and is perpendicular to the two rails. It performs simple harmonic motion with amplitude 5 cm, frequency 10 Hz. Magnetic field is 10 raised to minus 4 Tesla. What is the peak induced electromagnetic force?
അപ്പൊ ഇ എം എഫ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇ എം എഫിന്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ BLV ആണ്. ഓക്കെ, ഓസിലേറ്റ് ചെയ്യുന്ന ഒരാളുടെ മാക്സിമം വെലോസിറ്റി എന്ന് പറയുന്നത് എത്ര മക്കളെ? ഓസിലേറ്റ് ചെയ്യുന്ന ഒരാളുടെ മാക്സിമം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ A ഒമേഗയാണ്. ഓസിലേറ്റ് ചെയ്യുന്ന ഒരാളുടെ മാക്സിമം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ A ഒമേഗയാണ്. അപ്പൊ ബി എത്ര മക്കളെ? ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. ബി എന്ന് പറഞ്ഞാൽ 10⁻⁻⁴ എന്ന് തന്നിട്ടുണ്ട്. ബി എന്ന് പറഞ്ഞാൽ 10⁻⁴ എന്ന് തന്നിട്ടുണ്ട്. അവന്റെ ലെങ്ത് 20 സെന്റിമീറ്റർ ആണ്. അപ്പൊ 20 × 10⁻⁻² ആണ്. അവന്റെ ലെങ്ത് 20 സെന്റിമീറ്റർ ആണ്. സോ ദാറ്റ് ഈസ് 20 × 10⁻⁻² ആണ്. അവന്റെ ലെങ്ത് 20 സെന്റിമീറ്റർ ആണ്. സോ ദാറ്റ് ഈക്വൽ ടു 20 × 10⁻⁻² ആണ്. അവന്റെ ആംപ്ലിറ്റ്യൂഡ് 5 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ഓൾസോ 5 × 10⁻². ദാറ്റ് ഈസ് ഓൾസോ 5 × 10⁻². ഒമേഗ 2πf ആണ്. അപ്പോൾ 2π × എഫിന് പകരം എത്ര എന്ന് കൊടുക്കാം? 2πf ആണ്. എഫിന് പകരം 2π × 10 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒതുക്കാൻ പറ്റുന്ന ആളേക്ക് ഒതുക്കാം. അപ്പോൾ 2 × 5, 20 × 5 എത്ര മക്കളെ? 100 ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു 20 × 5. അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് മാറ്റി നിർത്താം. 20 × 5 എത്ര മക്കളെ? 20 × 5 എന്ന് പറഞ്ഞാൽ 100 ആണ്. 100 × 10 എന്ന് പറഞ്ഞാൽ 1000 ആണ്. 1000 × 2π എന്ന് പറഞ്ഞാൽ 2000 π ആണ്. 1000 × π എന്ന് പറഞ്ഞാൽ 2000 π ആണ് അല്ലേ? 10 × 5 എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ 20 × 5 എന്ന് പറഞ്ഞാൽ 100 ആണ്. 100 × 10 എന്ന് പറഞ്ഞാൽ 1000 ആണ്. 1000 × 2π എന്ന് പറഞ്ഞാൽ 2000 π ആണ്. ഇൻറ്റു ഇതെത്ര വരും മക്കളെ? 10⁻⁴ 10⁻⁸ എന്ന് വരും. ഇൻറ്റു 10⁻⁸ എന്ന് വരും. സോ വാട്ട് വിൽ ബി ദ ആൻസർ? ഇറ്റ് വിൽ ബി 2π × 10⁻⁵ എന്ന് വരും. സോ ഇറ്റ് വിൽ ബി 2π × 10⁻⁵ എന്ന് വരും. അപ്പോൾ ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഇറ്റ് വിൽ ബി 2π × 10⁻⁵ എന്ന് വരും. ഓക്കെ ആണേ? ഓക്കെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ ഫൈൻഡ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ പോയിന്റ്സ് എ ആൻഡ് ബി, ഈച്ച് റെസിസ്റ്റൻസ് ഈക്വൽ ടു ആർ. മക്കളെ, അപ്പോൾ ഇതാറാണ്, 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 ഇതാറാണ്. ഈ ജംഗ്ഷൻ അങ്ങ് ഇളക്കിയിട്ടാൽ ഇത് രണ്ട് സീരീസ് വരും. അപ്പൊ 2R പാരലൽ വിത്ത് ദിസ് വൺ ആണ്. അപ്പൊ 2R × R by 2R × R by 2R plus R എന്ന് വരും. ഓക്കെ, സോ ദാറ്റ്സ് ഈക്വൽ ടു 2R² by 3R എന്ന് വരും. സോ ദാറ്റ്സ് ഈക്വൽ ടു 2R by 3 എന്ന് കിട്ടും. ഓക്കെ ആണോ? അപ്പൊ അവിടുത്തെ റെസിസ്റ്റൻസ് എത്ര മക്കളെ? ഇറ്റ് വിൽ ബി 2R by 3. ദെൻ ഇതെത്ര മക്കളെ? ഇത് R ആണ്. ദെൻ ഇതെത്ര മക്കളെ? R ആണ്. ഓക്കെ, അതേ കണക്ക് തന്നെ ഇവിടെയും വരുന്നത്. അതേ കണക്ക് ഒരു സാധനം തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പൊ ഇതെത്രയാണ്? R ആണ്. ഇതെത്രയാണ്? 2R by 3 ആണ്. ദെൻ ഇതെത്രയാണ്? ഇത് R. ഓക്കെ, എല്ലാം കൂടെ ആഡ് ചെയ്താൽ ഇത് ഇത്രയും സീരീസ് വരും. അപ്പോൾ എത്ര വരും? R plus 2R by 3 plus R എന്ന് കിട്ടും. സോ ദാറ്റ്സ് ഈക്വൽ ടു എത്ര കിട്ടും? 8R by 3 എന്ന് കിട്ടും. അപ്പോൾ ഇത് എത്ര കിട്ടും? ഇത് 8R by 3 കിട്ടും. താഴെ എത്ര തന്നെ കിട്ടും? താഴെയും 8R by 3 തന്നെ കിട്ടും. അപ്പോൾ മുകളിൽ 8R by 3 ആണ്, താഴെയും 8R by 3 തന്നെയാണ്. അപ്പോൾ ഇത് ഇത്രയും 8R by 3 ആണ്, ഇത് ഇത്ര 8R by 3 ആണ്. അപ്പോൾ പാരലൽ ആകുമ്പോൾ എന്ത് പറ്റും മക്കളെ? 4R by 3 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഏത് വരും? 4R by 3 വരുമ്പോൾ ആൻസർ ഏത് വരും? ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി വരും. ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി വരും. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഫിസിക്സിലെ 72 ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എക്സാമിന് പാടായിരുന്നെന്ന് കരുതി നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട. ഓക്കെ, ചില്ലായിട്ടിരിക്കുക. കാര്യം എക്സാം പാടാകുമ്പം നമ്മുടെ റിസൾട്ട് കൂടാനുള്ള പോസിബിലിറ്റിയും കൂടുതലാണ്. അപ്പോൾ ആരും ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട. എക്സാം പാടാമെന്ന് കരുതി അപ്പോൾ എന്താണ് കൂടുതൽ ആൾക്കാർക്കും റേഞ്ച് കുറവായിരിക്കും. അപ്പോൾ നമുക്കൊരു 200 അല്ലെങ്കിൽ 300 എബോവ് ഒക്കെ കിട്ടിയാൽ തന്നെ നല്ല റാങ്ക് കിട്ടും. ഓക്കെ, കാര്യം കോമ്പറ്റീഷൻ കുറവായിരിക്കും എക്സാം ടഫ് ആയതുകൊണ്ട്. അപ്പോൾ എക്സാം ടഫാന്ന് കരുതി ആരും ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട. ഓക്കെ, ഇനി മാത്സിൻ്റെ ലൈവുമായിട്ട് 5 മണിക്ക് ശേഷം സാറുമാർ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു. അപ്പം പേപ്പർ 1 ഫിസിക്സ്, കെമിസ്ട്രി. ഫിസിക്സ് അല്പം കെമിസ്ട്രി അപേക്ഷിച്ച് അല്പം ടഫായിരുന്നു. പക്ഷേ ഫിസിക്സിന്റെ ഇത് ഒരു അനാലിസിസ് ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ കീ എത്ര പെട്ടെന്നാണ് നമ്മളെ ഫാക്കൽറ്റീസ് തയ്യാറാക്കിയത്. തീർച്ചയായിട്ടും ഒട്ടുമേ സമയം എടുത്തില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പൊ നമുക്ക് പേപ്പർ 1ന്റെ ഈ ഒരു സെക്ഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വൈകുന്നേരം മാത്തമാറ്റിക്സ് കഴിഞ്ഞിട്ട് 5 മണിക്ക് കുട്ടികൾ നമ്മുടെ കൈകളിലോട്ട് തിരിച്ചെത്തുകയാണ്. ഏറ്റവും കൃത്യമായിട്ട് ഫിസിക്സ് കെമിസ്ട്രിയുടെ ബാക്കിയുള്ള ഡീറ്റെയിൽ അനാലിസിസ് നമുക്ക് കേൾക്കേണ്ടതായിട്ടുണ്ട്. മാത്തമാറ്റിക്സിന്റെ ക്വസ്റ്റ്യൻ അനാലിസിസ് നമുക്ക് പോകേണ്ടതുണ്ട്. അതിന്റെ ഏത് ലെവലിലാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട്, വളരെ ഡീറ്റെയിൽ ആയിട്ട് 5 മണിക്ക് നമുക്ക് റീജോയിൻ ചെയ്യാം. അതുവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. ഓക്കെ, ബൈ. അടുത്ത